ലോഞ്ച് ആവും. ഓക്കെ, ഈ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ലോഞ്ച് ആവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് 5 വർഷം കൊണ്ട് 150 രാജ്യങ്ങളിലേക്ക് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള വെൽനസ് പ്രൊഡക്റ്റുകളെ ഇ കൊമേഴ്സ് രൂപത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത്. ഓൺലി വെൽനസ് മേഖലയിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും. നമ്മൾ നോർമലി ഇതുവരെ കണ്ട് ശീലിച്ച വെൽനസ് പ്രൊഡക്റ്റുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും. അത് ഞാൻ ഈ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫൗണ്ടർ ആൻഡ് സിഇഒ ആയിട്ട് വരുന്നത്, ഈ കമ്പനിയുടെ ഫൗണ്ടറും സിഇഒ ആയിട്ട് വരുന്നത് മിസ്റ്റർ രാജേന്ദ്ര പ്രസാദ് ആലപ്പാട്ടിയാണ്. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കമ്പനി ബിസിനസ് നടത്തിയതും നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ഏകദേശം ഒരു 12 വർഷത്തെ കോർപ്പറേറ്റ് ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഡോക്ടർ പ്രസന്നയാണ് മറ്റൊരു ഡയറക്ടർ ആയിട്ട് വരുന്നത്. അദ്ദേഹം ഒരു MBBS ഡോക്ടറാണ്, വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഭീമനാണ് അദ്ദേഹം. ഈ രണ്ട് പേർ ചേർന്നിട്ടാണ് ഈ കമ്പനിയെ നിലവിൽ മുന്നോട്ട് നയിക്കുന്നത്. ആസ് സൂൺ ആസ് പോസിബിൾ ഈ കമ്പനിയുടെ എല്ലാ മാനേജ്മെന്റിന്റെയും ഒരു കേരള വിസിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഫ്ലൈ വെൽനസ് ഗ്ലോബൽ എന്നുള്ള ഈ കമ്പനി 3 മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്: ഹെൽത്ത്, വെൽനസ് പ്ലസ് കമ്മ്യൂണിറ്റി. നമുക്കറിയാം ഈ 3 മേഖലയും ഇനി അങ്ങോട്ട് ലോകത്തിലെ ഒരു $1 ട്രില്യൺ ബിസിനസ്സും അതിനപ്പുറത്തേക്ക് ലോകത്ത് മുഴുവൻ ഇത്തരമുള്ള വെൽനസ് പ്രൊഡക്റ്റുകളുടെ ആവശ്യകത. രണ്ടാമത്തെ കാര്യം, വെൽനസിന്റെ കൂടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക. അത് നമുക്കറിയാം, ഇന്ന് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ആളുകൾക്ക് എത്തിക്കാൻ പറ്റും. ഈ 3 മേഖലയിലാണ് ഈ കമ്പനി പരിപൂർണമായും ശ്രദ്ധിക്കുന്നത്. ഇത് ഈ കമ്പനി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഗ്ലോബൽ ഇ കൊമേഴ്സ് വെൽനസ് പാർട്ട്ണറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ ഇ കൊമേഴ്സ് വഴി വിൽപ്പന നടത്തണമെങ്കിൽ, ഇ കൊമേഴ്സ് വഴി ബിസിനസ് നടത്തണമെങ്കിൽ ഫ്ലൈ വെൽനസ് നിങ്ങൾക്ക് ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പാർട്ട്ണർ ആയിരിക്കും. ഈ കമ്പനി കൊണ്ടുവരുന്ന ഏത് ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പ്രവർത്തന പരിധിയിലുള്ള രാജ്യങ്ങളിൽ വളരെ ഈസി ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ത്രൂ സെയിൽസ് നടത്താനും അതിലൂടെ വലിയ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനും സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഈ കമ്പനി പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകൾ, മൂന്ന് പ്രൊഡക്റ്റുകളാണ് നിലവിൽ കമ്പനി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പ്രൊഡക്റ്റുകൾ നിലവിൽ അവൈലബിൾ ആണ്. ഒന്ന് ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ ആണ് ആദ്യത്തെ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നീല ബോക്സിൽ കാണുന്ന കുറെ പഴങ്ങളുടെ ചിത്രത്തോടെ കാണുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ന്യൂക്ലോ വിറ്റ എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. അടുത്തത് ഫ്ലൈ എയർ മിനി പോർട്ടബിൾ എയർ പ്യൂരിഫയർ ആണ്. അതുപോലെ 5 പ്രൊഡക്റ്റുകൾ, ഇനി ഇതിന് പുറമെ 2 പ്രൊഡക്റ്റുകൾ കൂടി കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. വെരി സൂൺ അതുകൂടെ വരും. ഒന്ന് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സബ്ലിംഗ്വൽ സെല്ലുലാർ ന്യൂട്രീഷൻ ആണ്. മറ്റൊന്ന് അക്വ H+ എന്ന് പറയുന്ന ഹൈഡ്രോജൻ വാട്ടർ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ കമ്പനി ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം മാർക്കറ്റിലേക്ക്. അപ്പൊ എന്താണ് ഈ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ അറിയേണ്ടത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ വെൽനസ് മേഖലയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പാർട്ടിനും ഓരോ പ്രൊഡക്റ്റുകളാണ് നമ്മൾ കാണാറുള്ളത്. ഇവിടെ ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ നമുക്ക് ഒരേ ഒരു പ്രൊഡക്റ്റ് തലമുടി മുതൽ കാൽപാദം വരെയുള്ള നമ്മളുടെ എല്ലാ സെല്ലുകളെയും പ്രൊട്ടക്ട് ചെയ്യാൻ പ്ലാന്റ് സ്റ്റെം സെൽ ടെക്നോളജി എന്നുള്ള ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഒറ്റ പ്രൊഡക്റ്റ് നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ സെല്ലുകളെയും പ്രൊട്ടക്ട് ചെയ്യാൻ എന്നുള്ളതാണ്. അതായത് കണ്ണിനൊന്ന്, തലയ്ക്കൊന്ന്, അല്ലെങ്കിൽ കാലിനൊന്ന്, പൈൽസിനൊന്ന്, അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ട് ശീലിച്ചതിൽ നിന്നും ഇതെല്ലാം ഒറ്റ കുടക്കീഴിൽ എത്തിക്കുന്ന വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ എന്നുള്ളത്. മറ്റൊരു പ്രൊഡക്റ്റ് എയർ പ്യൂരിഫയർ. ഇത് നിലവിൽ നമുക്കറിയാം, ടെസ്ല കാർ നമ്മൾ കേട്ടിട്ടുണ്ട്, പല ആളുകളും കേട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള എലോൺ മസ്കിന്റെ കാറാണത്. അതിനകത്തൊരു എയർ പ്യൂരിഫയർ ഉണ്ട്. ആ എയർ പ്യൂരിഫയർ നിർമ്മിച്ചു നൽകുന്നത് കൊറിയയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനി ആദ്യമായിട്ട് അവർക്കല്ലാതെ എയർ പ്യൂരിഫയർ നിർമ്മിച്ചു കൊടുക്കുന്നത് ഫ്ലൈ വെൽനസ് എന്നുള്ള കമ്പനിയാണ്. 2040 വരെ ഈ കമ്പനിക്കായിരിക്കും അവർ ഈ എയർ പ്യൂരിഫയർ ടെസ്ലക്ക് പുറത്ത് കൊടുക്കുന്നത്. അപ്പൊ 150 രാജ്യങ്ങളിൽ ഈ കമ്പനി ഈ എയർ പ്യൂരിഫയർ വിൽപ്പനക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ എയർ പ്യൂരിഫയറിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇന്ന് മൊത്തത്തിൽ പൊല്യൂട്ടഡ് ആണ്, ഓക്സിഡേഷൻ വളരെ അധികമാണ്. അതുകൊണ്ട് നമ്മളുടെ ബോഡിയുടെ ഇപ്പൊ നമ്മൾ AC റൂമിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് എന്തുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊല്യൂട്ടഡ് ആണ്.
അപ്പൊ നമ്മളുടെ ബോഡിയുടെ 50 സെന്റിമീറ്റർ സർക്കിളിൽ നമ്മളുടെ ശരീരത്തിലേക്ക് വരുന്ന എല്ലാ തരം എന്താ പറയാ റേഡിയേഷനും അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽ ഡാമേജുകളും എല്ലാത്തിനെയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്ത് നിങ്ങൾക്ക് ഫ്രഷ് എയർ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കുഞ്ഞു ഡിവൈസ്, ഏകദേശം ഒരു കാറിന്റെ ചാവിയുടെ അത്ര മാത്രമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു സൈസിലായിരിക്കും ഇതുണ്ടാവും. നിങ്ങളുടെ ഒരു കുഞ്ഞു വിരലിന് എത്ര പോലും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഈ ഒരു പ്രൊഡക്റ്റ് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. ഇത്തരത്തില് ഉള്ള അതുപോലെ തന്നെ നമുക്കറിയാം ആൽക്കലൈൻ വെള്ളത്തിനേക്കാൾ പവർ ഹൈഡ്രോജൻ വാട്ടറിന് ഉണ്ട് എന്നുള്ളതാണ്. ലോകത്തിൽ 7 സ്ഥലത്ത് മാത്രമാണ് നാച്ചുറൽ ആയിട്ട് ഹൈഡ്രോജൻ വാട്ടർ ലഭിക്കുന്നുള്ളൂ. അതിലൊരു സ്ഥലം ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ഹൈഡ്രോജൻ വാട്ടർ ലഭിക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഹൈഡ്രോജൻ വാട്ടറിന് ഭയങ്കര പവർ ഉണ്ട്, അത് ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഹൈഡ്രോജൻ വാട്ടറിനെ ടെക്നോളജി ഉപയോഗപ്പെടുത്തി നോർമൽ വാട്ടറിനെ ഹൈഡ്രോജൻ വാട്ടർ ആക്കിയിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ 1 ലിറ്ററിന്റെ ഒരു ബിസ്ലേരി വാട്ടർ കൊണ്ട് നടക്കുന്നത് പോലെ ഈസി ആയിട്ട് കൊണ്ട് നടന്ന് നിങ്ങൾക്ക് ഹൈഡ്രോജൻ വാട്ടർ കുടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന ഫ്ലൈ വെൽനസ് എന്നുള്ള കമ്പനി എത്തിക്കുന്ന അക്വ H+ എന്ന് പറയുന്ന ഹൈഡ്രോജൻ. ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. അവർ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് അത് പല ഇപ്പൊ ഇതില് കുറച്ച് പ്രൊഡക്റ്റുകൾ കൊറിയയിൽ നിന്നാണ്, ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ച് മലേഷ്യയിൽ നിന്നാണ് ഫ്ലൈ1 സെല്ലുലാർ ന്യൂട്രീഷൻ വരുന്നത്. ന്യൂക്ലോവിറ്റ ഫിലിപ്പൈൻസിൽ കണ്ടെത്തിയിട്ടുള്ള ഫിലിപ്പൈൻസിലുള്ള ഒരു ടെക്നോളജിയാണ്. അത് ഇന്ത്യയിൽ കൊടുക്കുന്നത് അവരെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഈ ഫ്ലൈ1 സെല്ലുലാർ ന്യൂട്രീഷൻ ന്യൂക്ലോവിറ്റ പ്ലസ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് കൂടിയാണ്, പാറ്റന്റഡ് ആണ്. ന്യൂക്ലോവിറ്റ ലോകത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആൽക്കലൈൻ ക്യാപ്സ്യൂള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് ഫ്ലൈ വെൽനസ് എന്നുള്ള നമ്മുടെ കമ്പനി. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് വൈ സെല്ലുലാർ ന്യൂട്രീഷൻ എന്നുള്ള ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ട് സെല്ലുലാർ ന്യൂട്രീഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അസുഖങ്ങൾ വന്ന് അതിന്റെ അടയാളങ്ങളെയാണ് ചികിത്സിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നെക്ക് പെയിന് വരും, വന്നിട്ട് ആ പെയിന് വന്ന സ്ഥലത്തിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്യാൻസർ വരും, ക്യാൻസർ വന്ന സ്ഥലത്തിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. കണ്ണിന് കാഴ്ച മങ്ങിയതിനു ശേഷം ആ വന്ന സിംറ്റംസിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സെല്ലുലാർ ന്യൂട്രീഷൻ എന്തിനു വേണമെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളുടെ ബോഡി പരിപൂർണമായി സെല്ലുകളാൽ നിർമ്മിതമാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ ബോഡി സെല്ലുകളാൽ നിർമ്മിതമാണ്. ഈ സെല്ലുകൾ നാളെ എന്ത് ചെയ്യുന്നു, അതൊരു ടിഷ്യൂ ആയിട്ട് മാറുന്നു. കുഞ്ഞു കുഞ്ഞു ട്രില്യൺസ് ആണ് സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂകളായി മാറുന്നു. ഈ ടിഷ്യൂകളാണ് നമ്മൾ ഓർഗനായിട്ടുള്ള കിഡ്നിയും ലിവറും എല്ലാം ചേർന്നാവുന്നത്. അങ്ങനെ ഈ ലിവറും കണ്ണും അതുപോലെ തന്നെ പല പല അവയവങ്ങളും നമ്മൾക്കുണ്ട്. ഓക്കെ, ഹാർട്ട് പോലത്തെ, ലങ്സ് പോലത്തെ അവയവങ്ങൾ. ഈ അവയവങ്ങളെല്ലാം കൂടി ചേരുന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റം പ്രവർത്തിക്കുന്നതിന്റെ ഫിസിക്കൽ ബോഡിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഭൂരിഭാഗം എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. പക്ഷെ ആദ്യത്തെ പ്രഹരമേൽക്കുന്നത് സെല്ലുകളിലാണ്. നമ്മൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സെല്ലുകളിൽ നിന്നാണ്, പ്രശ്നങ്ങളെ തീർക്കാൻ കഴിയുന്നതും സെല്ലുകളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സെല്ലുലാർ ന്യൂട്രീഷൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തലയിൽ വെള്ളം ഒഴിക്കും. പക്ഷെ തല മീൻസ് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കും. ഇവിടെ റൂട്ടിൽ അതിന്റെ വേരിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് തഴച്ചു വളരും. എന്നതുപോലെ നമ്മളുടെ സെല്ലുകളെ പരിപൂർണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും അവിടെ ഡെഡായി കിടക്കുന്ന സെല്ലുകളെ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് പുതിയ സെല്ലുകളെ ധാരാളമായി ജനിപ്പിച്ച് ആ ജനിക്കുന്ന സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയാ ന്യൂട്രീഷൻസും മിനറൽസും സോഡിയം, പൊട്ടാസ്യം, അമിനോ ആസിഡ്, നമുക്കറിയാലോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ബോഡിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെല്ലുലാർ ന്യൂട്രീഷൻ നമ്മളിലേക്ക്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ധാരാളം സെല്ലുകൾ എല്ലാ ദിവസവും ഡെഡായി പോകുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് സെല്ലുകൾ ഒരു ദിവസം ജനിക്കുന്നുണ്ട്. അപ്പോ ഈ ഡെഡായി കിടക്കുന്ന സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുകയും അത് പുറത്തേക്ക് പോവാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അസുഖങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ സെല്ലുകൾ ധാരാളമായിട്ട് അതായത് മരിക്കുന്ന സെല്ലുകളെക്കാൾ ജനിക്കുന്ന സെല്ലുകളുടെ എണ്ണം കൂടുമ്പോഴാണ് നമ്മൾ ചുറുചുറുക്കോടെ നിലനിൽക്കുന്നത്. മരിക്കുന്ന സെല്ലുകളുടെ എണ്ണം കൂടുകയും ജനിക്കുന്ന സെല്ലുകളുടെ എണ്ണം കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ വാർദ്ധക്യത്തിലേക്കും അയാളുടെ സ്കിന്ന് ചുളിയലും സ്വാഭാവികമായിട്ടും അയാള് എന്താ പറയാ പെട്ടെന്ന് തന്നെ വാർദ്ധക്യം വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും.
അപ്പോ അതിനെ മാറ്റാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെല്ലുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. സെല്ലിന് എന്ത് വേണം? കിഡ്നിയുടെ സെല്ലുകൾക്ക് എന്ത് വേണം? കണ്ണിന്റെ സെല്ലുകൾക്ക് എന്ത് വേണം? ലിവറിന്റെ സെല്ലുകൾക്ക് എന്ത് വേണം? അങ്ങനെ നിങ്ങളുടെ ഓരോ അവയവങ്ങളുടെ സെല്ലുകൾക്ക് എന്ത് വേണം? അത് കൃത്യമായി എത്തിച്ചു കൊടുക്കണം. അവിടെയാണ് സെല്ലുലാർ ന്യൂട്രീഷൻ, പ്ലാന്റ് സ്റ്റെം സെൽ ടെക്നോളജിയിൽ വരുന്ന സെല്ലുലാർ ന്യൂട്രീഷനുകളുടെ പ്രത്യേകത. ഇവ നിങ്ങളുടെ സെല്ലുകളെ പൂർണ്ണമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള സെല്ലുകളാക്കി നിലനിർത്താനും നിങ്ങളുടെ ബോഡിയിലെ ടോട്ടൽ സെല്ലുകളെ 120 ദിവസം കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലുള്ള സെല്ലുകളാക്കി മാറ്റാനും സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ് ഈ കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്, ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ. നമുക്കറിയാം ഈ ഒരു പ്രോഡക്റ്റിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത്? ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ. ഞാൻ നേരത്തെ കാണിച്ച വയലറ്റ് കളറിലുള്ള ആ ഒരു മനോഹരമായ ബോക്സിനകത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ താഴെ കാണാൻ കഴിയുന്നുണ്ടാവും 11 സാഷേകളിലായിട്ട് 3000 മില്ലിഗ്രാം 3 ഗ്രാമിന്റെ പൗഡർ രൂപത്തിലാണ് ആ പ്രൊഡക്റ്റ് ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു സാഷകൾ, നിങ്ങളുടെ ഒരു ചൂണ്ടുവിരലിന്റെ അത്ര വലിപ്പമുള്ള സാഷകളിലായിട്ടാണ് ആ ബോക്സിനകത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് കോഡിസിപ്സ് മഷ്റൂമിന്റെ സ്റ്റെം സെൽ കൊണ്ടുവന്നിട്ടുള്ള കമ്പനിയാണ് ഫ്ലൈ വെൽനസ് ഗ്ലോബൽ. അതുപോലെ തന്നെ ഗ്രേപ്പ് സീഡ്, വോൾട്ട്ബെറി, ബിയർബെറി, അസൈബെറി, ആപ്പിൾ എക്സ്ട്രാക്ട്. എന്താണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു 29ഓളം ഇൻഗ്രീഡിയൻസുകളാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ഇറങ്ങിയത്. നമുക്കറിയാം ഇത്രയും ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ കഴിക്കാറില്ല. അപ്പൊ ഇവിടെ ഓരോ പ്രൊഡക്റ്റിന്റെയും മൂലകോശങ്ങൾ, ഈ ഒരു പറയുന്ന 29 ഇൻഗ്രീഡിയൻസിന്റെയും മൂലകോശങ്ങൾ നമ്മളുടെ ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ ഉണ്ട്. എന്താണ് മൂലകോശം? നമുക്കറിയാം നമ്മൾ മുന്നേയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഐക്കല്ല് എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ പൊക്കിൾ കൊടി കട്ട് ചെയ്തിട്ട് അത് പൗഡർ ആക്കിയിട്ട് പണ്ടത്തെ നാട്ടുവൈദ്യങ്ങളിലും ആയുർവേദത്തിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഉണക്കി പൊടിച്ചത് സൂക്ഷിച്ചു വെച്ചാൽ ഭാവിയിൽ ആ കുട്ടിക്ക് വരുന്ന ഏതു തരത്തിലുള്ള അസുഖങ്ങളെയും മാറ്റാനുള്ള ഒരു വലിയ സാധ്യത മുന്നേ കുറെ കാലങ്ങൾക്ക് മുന്നേ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരം അതൊരു മൂലകോശത്തെ എടുത്തു വെക്കുന്നതിന്റെ ഒരു രീതിയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ അതിനെ ഇന്നും എന്ത് ചെയ്യുന്നു? നമുക്ക് സ്റ്റെം സെൽ ബാങ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തില് മനുഷ്യന്റെ മൂലകോശമാണ് പുക്കിൾ കൊടിയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ സസ്യങ്ങൾക്കും ഓരോ മൃഗങ്ങൾക്കും ഓരോ മനുഷ്യനും മൂലകോശങ്ങളുണ്ട്. അത്തരത്തിൽ ഈ 29 ഇൻഗ്രീഡിയൻസിന്റെ മൂലകോശങ്ങൾ മാത്രം വേർതിരിച്ചെടുത്തിരിക്കുന്ന ടെക്നോളജിയാണ് പ്ലാന്റ് സ്റ്റെം സെൽ ടെക്നോളജി. ആ ടെക്നോളജി ഉപയോഗിച്ച് ഇപ്പൊ ബ്രൊക്കോളിയുടെ നിങ്ങൾക്ക് മനുഷ്യന് ആവശ്യമുള്ളത് മാത്രം എടുത്തിരിക്കുന്നു, എക്സ്ട്രാക്ട് അല്ല, അതിന്റെ സ്റ്റെം സെൽ ടെക്നോളജി ഉപയോഗിച്ചെടുക്കുമ്പോൾ എന്നതുപോലെ ഓരോ മൂലകോശങ്ങൾ മാത്രമാണ് ഈ ഒരു 3000 മില്ലിഗ്രാമിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ്. എന്താണ് ഈ 29 പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ 29 നാച്ചുറൽ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. എന്താണ് നാച്ചുറൽ കൊണ്ട് ഉദ്ദേശിച്ചത്? നമുക്കറിയാം നിങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണൂരൊക്കെ എന്തുണ്ടാവും, അധികം കണ്ണൂരുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ പറങ്കിമാവ് അങ്ങനത്തെ സംഭവങ്ങൾക്കാണ്. ഈ പറങ്കിമാവ് ആരും കൃഷി ചെയ്യുന്നതൊന്നല്ല, അത് ഓട്ടോമാറ്റിക് ഉണ്ടാവുന്നതാണ്. ഞാവൽപ്പഴം ഉണ്ടാവും, ഞാവൽപ്പഴം ആരും കൃഷി ചെയ്യുന്നതല്ല, അത് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. തെങ്ങ്, അത് പാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്താണ്? പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ നാച്ചുറൽ ആയിട്ട് സീസൺ ആവുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിലെ പ്യുവർ നാച്ചുറൽ ഇൻഗ്രീഡിയൻസുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ അതത് രാജ്യങ്ങളിൽ ഇപ്പൊ റോസ്വെല്ല സെറാട്ട എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, ഗ്രീൻ ആപ്പിൾ കൊണ്ടുവരുന്നത് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ്. ഇതിലും പറയുന്ന മഞ്ഞള് ഇന്ത്യയിൽ നിന്നാണ്. ടൈഗർ മിൽക്ക് കോഡിസിപ്സ് വരുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഓക്കെ, ഇങ്ങനെ ഇതിൽ ഇറങ്ങിയിരിക്കുന്ന അസൈബറി വരുന്നത് ആമസോണിൽ നിന്നാണ്. കൊറിയൻ ജിൻസങ് അത് ഈ ഏരിയ എനിക്കറിയില്ല, കൊറിയ അത്തരം മേഖലകളിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു സ്ഥലം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റുകളും വോൾട്ട്ബെറി ഉണ്ട്. ഓക്കെ, വോൾട്ട്ബെറി ഒക്കെ കൂടുതലായിട്ട് ഇവർ കൊണ്ടുവരുന്നത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോ കൺട്രീസിലും അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെ മാത്രം യാതൊരു തരത്തിലുള്ള വളവും ഇടാതെ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ് ഈ കമ്പനി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിന് ഇത്രത്തോളം റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ കൊണ്ടുവന്ന് ഇതിനെ പ്ലാന്റ് സ്റ്റെം സെൽ ടെക്നോളജി ഉപയോഗിച്ച് പൗഡർ ടൈപ്പിലാക്കി നമുക്ക് നൽകുന്നു. ഇതൊരു സബ്ലിംഗ്വൽ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ നാവിന്റെ താഴെ
ഉമിനീര് ഗ്രന്ഥിയിൽ രാവിലെ എണീറ്റ ഉടനെ കട്ട് ചെയ്ത് നാവിന്റെ താഴെ നിക്ഷേപിക്കലാണ് വേണ്ടത്. അപ്പൊ രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങളുടെ ബോഡി എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ടിഷ്യൂ പേപ്പർ വെള്ളത്തിലിട്ട പോലെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. എന്നതുപോലെ നിങ്ങൾ രാവിലെ സബ്ലിംഗ്വലി ഈ ഒരു പ്രൊഡക്റ്റ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തുന്നു, ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ എത്തുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലേക്ക് രാവിലെ തന്നെ എന്ത് വേണം അതൊക്കെ കിട്ടി. കിഡ്നിക്ക് ആവശ്യമുള്ളത് കിഡ്നിയും, കണ്ണിന് ആവശ്യമുള്ളത് കണ്ണും, തലച്ചോറിന് ആവശ്യമുള്ളത് തലച്ചോറും അത് എടുത്തോളും. കാലിനും എല്ലിനും എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അത് എടുത്തോളും. ഇങ്ങനെ നമ്മളുടെ ടോട്ടൽ ബോഡിയിൽ ഓരോ സെല്ലിനും ആവശ്യമുള്ളത് രാവിലെ തന്നെ ബോഡിയിലേക്ക് എത്തുന്നു. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം എന്ന് മാത്രം. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ആവശ്യമുള്ളത് എത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി. അതിനാൽ തന്നെ സാധാരണ സബ്ലിംഗ്വൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നു. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ എല്ലാത്തരം ട്രീറ്റ്മെന്റുകളും സ്റ്റെം സെൽ തെറാപ്പിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 50 വർഷം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ചികിത്സാ രീതികളെല്ലാം തന്നെ സ്റ്റെം സെൽ മേഖലയിലേക്ക് മാറുമെന്ന്. അപ്പൊ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിലെ ഏറ്റവും ഇന്ന് വേൾഡിലെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ കോമ്പിനേഷൻ ആണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് 29 നോക്കിയാൽ 29 ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ 29 ഒന്ന് ചേരുമ്പോൾ മറ്റൊരു റിസൾട്ട് കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിക്കറ്റിലാണെങ്കിൽ സച്ചിനും റിക്കി പോണ്ടിങ്ങും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കളിക്കാർ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടീമിന്റെ സ്ട്രെങ്ത് ഉണ്ട്. അതിനെന്താണോ മറ്റൊരു സ്ഥലത്തിൽ രണ്ടുപേര് ചേരുമ്പോൾ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. മെസ്സിയും റൊണാൾഡോയും എന്താ പറയാ ഒരു ടീമിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നതുപോലെ ഒരു പവർഫുൾ കോമ്പിനേഷൻ ആണ്. ഇതിന്റെ ഫോർമുലേഷൻ ആണ് കാശ്. ഈ പ്രൊഡക്റ്റിന്റെ ഫോർമുലേഷൻ ആണ് കാശ്. ഈ ഇൻഗ്രീഡിയൻസുകളൊക്കെ ചിലപ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്നും കിട്ടിയേക്കാം. പക്ഷെ ഇത്ര നാച്ചുറൽ ആയിട്ട് ഇതിനെ ചേരേണ്ട രൂപത്തിൽ ചേർത്തപ്പോഴാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് പൂർണ്ണമായും എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിന് സാധിക്കുന്നത്. അതാണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. ഈ പ്രൊഡക്റ്റ് നിലവിൽ ഈ ഫോർമുലേഷനോട് കൂടിയിട്ട് പ്ലാന്റ് സ്റ്റെം സെൽ നമ്മുടെ കയ്യിൽ മാത്രമുള്ളൂ. നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു $1 ബില്യൺ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ വേൾഡിലെ ഫസ്റ്റ് എന്താ പറയാ ഫസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള പവർഫുൾ കോമ്പിനേഷനുമായിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ഒരു ഇന്ത്യൻ കമ്പനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം നമ്മളെ ജീവിതത്തിനെ തന്നെ ഏറ്റവും വലിയ രൂപത്തിൽ ആരോഗ്യപരമായിട്ട് മാറ്റിമറിക്കാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പവർഫുൾ കോമ്പിനേഷൻ ആണ് ഫ്ലൈവൺ സെല്ലുലാർ ന്യൂട്രീഷൻ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ഇത് കഴിച്ചാലുള്ള ഗുണം? വ്യക്തിപരമായിട്ട് സെല്ലുലാർ ന്യൂട്രീഷൻ ഉപയോഗിച്ചപ്പോഴാണ് ഞാൻ എന്റെ കണ്ണട മാറ്റിയിട്ടുള്ളത്. ഓക്കെ, എനിക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യം. ഫ്ലൈവൺ ഉപയോഗിച്ചപ്പോഴാണ് എന്റെ ഡാൻഡ്രഫ് മാറിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഹൈ എനർജി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ. ഇനി ആളുകൾക്ക് കിട്ടിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഈ സൂമിന് ശേഷം നിങ്ങളുടെ അപ്ലൈന് അയച്ചു തരും. റിസൾട്ട് അവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഈ ഒരു പ്രൊഡക്റ്റ്? ാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ, അല്ലെങ്കിൽ പ്രിവെൻഷൻ ബെറ്റർ ദാൻ ഹോസ്പിറ്റലൈസേഷൻ. ഇന്ന് അസുഖം വരുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ കാത്തു സൂക്ഷിക്കുന്നതും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നതിനേക്കാൾ നല്ലതാണ് അതില്ലാതെ നോക്കുന്നതും എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാനുള്ളത്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? പൂർണ്ണമായിട്ടും രോഗങ്ങളെ പ്രതിരോധിക്കാനും സ്വയം ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇംപ്രൂവ് ചെയ്യാനും മാത്രമുള്ളതാണ്. ഇതൊരു മെഡിസിൻ അല്ല, യാതൊരു തരത്തിലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുമല്ല. അപ്പൊ നമ്മൾക്കറിയാം, നമുക്ക് ഇന്ന് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വൈ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് അസുഖങ്ങൾ വരുന്നത്? നമുക്കറിയാം, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൊണ്ടാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എവിടെ നിന്നാണ് വന്നത്? നമ്മളുടെ ജീവിത രീതിയിൽ നിന്ന് മാത്രം. നമ്മളായിട്ട് ഞാൻ എന്ന വ്യക്തിയാണ് എനിക്ക് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നപോലെ ഓരോ വ്യക്തികൾക്കും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് അതിന് കാരണം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾക്ക് അസുഖങ്ങൾ വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി നാച്ചുറൽ ലൈഫ് സ്റ്റൈലിലേക്ക്, ദൈവമൊക്കെ തന്നിട്ടുള്ള ആ ഒരു നാച്ചുറൽ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ. ആ ഒരു നാച്ചുറൽ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ. അപ്പോ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോയാൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആരോഗ്യത്തോടു കൂടി ജീവിച്ച മുഴുവൻ ആളുകളും നാച്ചുറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അവർ പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ളതാണ്. സൺലൈറ്റ് ഒക്കെ അടിച്ച് പുറത്തിറങ്ങി നടന്നിട്ടുള്ള ആളുകളാണ്. അല്ലാതെ എല്ലാ ആളുകൾക്കെല്ലാം തന്നെ അസുഖങ്ങൾ പിടിപെട്ടിട്ടുള്ളതാണ്. അപ്പോ അവിടെ
ഇന്നത്തെ കാലഘട്ടത്തില് അസുഖങ്ങൾ വരുന്നതിന് കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുക? ഒരു പരിധിയിൽ കൂടുതൽ ഒരു 70% നമ്മുടെ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നതിൽ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പൊ എന്താണ് കഴിക്കേണ്ടത്? ഡിഫറെന്റ് കളറുകളില്ല, വ്യത്യസ്ത കളറുകളിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് അവന്റെ ആരോഗ്യം നിർമ്മിക്കുക. അതിനാണ് ആപ്പിളും എന്താ പറയുക ഗ്രീൻ ആപ്പിളും, അതുപോലെ തന്നെ മുന്തിരിയും ആപ്പിളും പൈനാപ്പിളും ഇങ്ങനെ തുടങ്ങിയിട്ട് പറങ്കിമാങ്ങയും മാങ്ങയും ചക്കയും ഇങ്ങനെ തുടങ്ങി നമ്മുടെ നാട്ടിൽ ഒരുപാട് പഴങ്ങളുണ്ട്. പപ്പായ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പഴങ്ങള്, പണ്ടൊക്കെ മുള്ളൻ ചക്ക എന്ന് പറയുന്ന സാധനങ്ങൾ, അങ്ങനെ പല സാധനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് കാണാനില്ല. എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഓറഞ്ച് വിവിധ കളറുകളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്? ദൈവം അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് എന്തുകൊണ്ടായിരിക്കും ഇതിനെ വിവിധ കളറുകളിൽ നിർമ്മിച്ചിട്ടുള്ളത്? വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ മാത്രമേയാണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളത് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യസ്ത കളറുകളിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണം. അതാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒരു ദിവസം നമുക്ക് കൺസെപ്ഷൻ വെരി ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെ നമ്മൾ ഇത് കഴിക്കണമെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവൈലബിൾ ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും അവൈലബിൾ ആണ്, കുറച്ചേ ഉള്ളൂ. അടുത്തൊരു കാര്യം, ഇൻ കേസ് അവൈലബിലിറ്റി ഉണ്ട് എന്ന് വിചാരിക്കാം. അവൈലബിലിറ്റി ഉണ്ട് എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇത് അഫോർഡബിൾ അല്ല. 90% അല്ലെങ്കിൽ 95% വരുന്ന ആളുകൾക്ക് ഇത് അഫോർഡബിൾ അല്ല എന്നുള്ളതാണ് ഇതിന്റെ നമ്മൾ ഇവിടെ നേരിടുന്ന പ്രശ്നം. അപ്പൊ നമ്മളെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആരോഗ്യം. അവിടെ ഈ ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഇന്ന് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് ഈ പറഞ്ഞ ഡിഫറെന്റ് കളറിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ, നാച്ചുറൽ ആയിട്ട് കഴിക്കാൻ. അപ്പൊ അവിടെ അവൈലബിലിറ്റിയും ഇത് വാങ്ങാനുള്ള പണവും ഒരു വില്ലനാവുമ്പോ സമൂഹം നേരിടുന്ന വലിയ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് ഫ്ലൈ വെൽനെസ് ഗ്ലോബൽ എന്നുള്ള കമ്പനി ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റിലൂടെ അപ്പൊ ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നത്തിലേക്ക് ഉള്ള ഒരു സൊല്യൂഷൻ. അപ്പൊ വേൾഡിലെ 150 രാജ്യങ്ങളിലേക്ക് കമ്പനി പോകാൻ ഉദ്ദേശിക്കുന്ന ഈ 150 രാജ്യങ്ങളിലെയും മനുഷ്യൻ ജീവിക്കുന്ന ഓരോ മുക്കിലും മൂലയിലും ഏത് വെതറിലും ഏത് ഭക്ഷണ രീതിയിലും ജീവിക്കുന്ന എല്ലാ മനുഷ്യന്റെ ബോഡിയിലും ഈ ഒരു പ്രൊഡക്റ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലോകത്തുള്ള മനുഷ്യർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ? അതാണ് വളരെ ചീപ്പായിട്ട്, വളരെ കുറഞ്ഞ പ്രൈസിന് നമ്മളിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് 3500 രൂപക്ക് ഈ ഒരു പ്രൊഡക്റ്റ് MRPക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്താണ് ഇതിന്റെ ഗുണങ്ങൾ? മാക്സിമൈസ്ഡ് എനർജി, ഒരു മനുഷ്യന്റെ പരമാവധി എനർജി പുറത്തെടുക്കാൻ സഹായിക്കുന്നു. സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ സെല്ലുകളെ റിപ്പയർ ചെയ്യുന്നു. നമുക്ക് ഷാർപ്പ് ഫോക്കസ് ലഭിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് സ്ട്രോങ് ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകളെ പൂർണ്ണമായി പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്. ഗട്ട് ഹെൽത്തിന്, നമ്മൾ ഇൻഡസ്റ്റൈനൊക്കെ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആക്കി നിലനിർത്താനും നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സ് ഒക്കെ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമുള്ള, ഒരു 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടല് നന്നായാൽ ഉടല് നന്നായി എന്നുള്ളതാണ്. കുടല് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ 50% കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും. മറ്റൊന്ന്, ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ ബോഡിയെ ക്ലൻസ് ചെയ്യാൻ ഡിറ്റോക്സ് സപ്പോർട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇൻസോംനിയ എന്നുള്ളത്. ഞാനൊക്കെ ഇൻസോംനിയ ഉണ്ടായിരുന്ന ആളായിരുന്നു. പല ആളുകൾക്കും ഇന്ന് അതുണ്ട്. ക്വാളിറ്റി സ്ലീപ്പ്, നമുക്ക് ഡീപ്പ് സ്ലീപ്പ് ലൈക്ക് എ ടൈഗർ, സ്ലീപ്പ് ലൈക്ക് എ ബേബി, വേക്കപ്പ് ലൈക്ക് എ ടൈഗർ എന്നാണ്. അതായത് ഒരു കുട്ടിയെ പോലെ ഉറങ്ങാനും എന്താ പറയാ ഒരു പുലിയെ പോലെ അല്ലെങ്കിൽ ഒരു കടുവയെ പോലെ ചാടി എഴുന്നേൽക്കാനുമുള്ള ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷൻ കഴിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റില് നമുക്കറിയാം, ഇന്ന് സ്കിൻ രോഗങ്ങൾ ഒരുപാട് ആളുകൾക്ക്, സോറിയാസിസ്, അങ്ങനെ പലതരത്തിലുള്ള സ്കിൻ രോഗങ്ങൾ ധാരാളം കാണുന്നതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന രോഗമാണ് സ്കിൻ ജോയിന്റ് പ്രോബ്ലംസ്. സ്കിന്നിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അത് പ്രമേഹവും പ്രഷറും ഒന്നല്ല. ആദ്യത്തെ ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് സ്കിൻ പ്രോബ്ലംസും ജോയിന്റ് പ്രോബ്ലംസും ഒക്കെ. ഇതിന് വലിയൊരു സൊല്യൂഷനാണ്. ഞാൻ പറയുന്നത് മാറും എന്നതിനപ്പുറത്തേക്ക് ഇത് വരാതിരിക്കാൻ, ഈ 40-35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ, സ്കിൻ പ്രോബ്ലങ്ങൾ വരാതിരിക്കാനൊക്കെ വലിയ രൂപത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു. ഹാർട്ട് ഹെൽത്തിനും വളരെ വളരെ വലിയ രൂപത്തിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ബ്ലോക്ക് വരാതിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് സപ്പോർട്ട് ചെയ്യും.
അപ്പോൾ അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസിങ്, അത് നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്. ഈ പല ആളുകൾക്കും മൂഡ് സ്വിംഗ്, അതുപോലെ തന്നെ ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സ്വഭാവം, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ സ്വഭാവം കൈമാറുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. അതിനൊക്കെ വലിയ രൂപത്തിൽ പ്രതിരോധിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റ് ടോട്ടൽ വെൽനെസ് ആണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം സെക്ഷൽ പ്രോബ്ലങ്ങൾ ധാരാളം കണ്ടുവരുന്ന ഒരു സമയമാണ് ഈ ഒരു മൊബൈലിന്റെ ഉപയോഗം, അതുപോലെ തന്നെ എന്താ പറയാ ഭക്ഷണത്തിന്റെ പ്രശ്നമൊക്കെ കാരണം. ഉറക്കം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോബ്ലം വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് കോഡിസിപ്സ് മഷ്റൂം എന്ന് പറയുന്നത് ഹിമാലയൻ വയാഗ്ര എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഹിമാലയൻ വയാഗ്ര വലിയ രൂപത്തിൽ സ്റ്റാമിന മാക്സിമൈസ് ചെയ്യാന്, എനർജി ബൂസ്റ്റ് ചെയ്യാന്, നിങ്ങളുടെ കൗണ്ട് ബൂസ്റ്റ് ചെയ്യാന്, അതുപോലെ തന്നെ എന്താ പറയാ മൊത്തത്തിൽ ടോട്ടൽ എന്താ പറയാ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വലിയൊരു സപ്പോർട്ട് നൽകുന്ന ഒന്നാണ് കോഡിസിപ്സ് മഷ്റൂം. അതിനെക്കുറിച്ച് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഭയങ്കര പവർഫുൾ ഇൻഗ്രീഡിയന്റ് ആണ്. അങ്ങനെ ഇതൊരു ടോട്ടൽ വെൽനെസ് ആണ്. നമ്മുടെ ബോഡിയിലെ തല മുതൽ കാൽപാദം വരെയുള്ള എല്ലാ അവയവങ്ങളെയും പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് 44 ദിവസം മുതൽ 120 ദിവസം വരെ ഉപയോഗിക്കുന്നതിലൂടെ, 44 ദിവസം മുതൽ 120 ദിവസം വരെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലെ എല്ലാ സെല്ലുകളും പുതിയതായിട്ട് വരികയും ഡെഡായി കിടക്കുന്ന സെല്ലിനെ റിമൂവ് ചെയ്യുകയും പുതിയ സെല്ലുകൾക്ക് ആവശ്യമുള്ള എല്ലാം ഇത് നൽകുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളെന്ന മനുഷ്യൻ 4 മാസം കൊണ്ട് ഒരു പരിപൂർണ ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇതിന്റെ തുടക്കം നിങ്ങൾക്ക് 2 or 3 ബോക്സ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴേക്കും, അതായത് ഒരു 30 മുതൽ 44 ദിവസം വരെ ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ തുടക്കം കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് അവസ്ഥയിൽ ഇരുന്നാലും ശരി, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇനി വരാനിരിക്കുന്ന വലിയ അപകടങ്ങളുണ്ട്. അത് 20 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ടാവും. അത്തരം അപകടങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ1 സെല്ലുലാർ ന്യൂട്രീഷൻ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ബിസിനസിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നതിന് മുന്നേ കമ്പനിയുടെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്. ശ്രീലങ്ക നമുക്ക് 1 hour എടുത്തൂടെ? എടുക്കാം. ഓക്കെ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് ന്യൂക്ലോവിറ്റ പ്ലസ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇപ്പൊ നിലവിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഒരു വർഷത്തിൽ ഫ്ലൈ1 എന്നുള്ള പ്രൊഡക്റ്റ് ഒരു മനുഷ്യൻ 44 ദിവസം മുതൽ 120 ദിവസം വരെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ, ഡെയിലി ഉപയോഗിച്ചാൽ നല്ലതാണ് എന്നും നമ്മൾ കുളിക്കും പോലെ ഭക്ഷണം കഴിക്കും പോലെ ഉപയോഗിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 120 ദിവസം ഉപയോഗിച്ചു, പിന്നെ നിങ്ങൾക്ക് നിർത്താം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത വർഷം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാർച്ച് വരെ ഉപയോഗിച്ചു, അടുത്ത ഒരു ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, ഒരു 44 ദിവസം എന്നിട്ട് നിർത്തിക്കോളും. ഓക്കെ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഓക്കെ, അത് അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഡെയിലി കഴിച്ചാൽ നല്ലതാണ്, ടോപ്പാണ്. ഓക്കെ, ഡെയിലി ഉപയോഗിക്കേണ്ട ഒന്നാണ്. പക്ഷെ ഈ പ്രൊഡക്റ്റ് ന്യൂക്ലോവിറ്റ പ്ലസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഡെയിലി ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ്, ദിവസവും ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം നമ്മുടെ ബോഡി 70% വെള്ളമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഓക്കെ, നമ്മുടെ ബോഡി ഇതാണ് പ്രൊഡക്റ്റ്, കണ്ടില്ല സ്ക്രീനിൽ കണ്ടില്ല, നിങ്ങൾക്ക് സ്ലൈഡ് എത്തും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഡെയിലി ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ ബോഡി 70% എന്താ പറയാ 70% വെള്ളമാണ്. നമ്മുടെ ബോഡി എപ്പോഴും ആൽക്കലൈൻ ആയിട്ട് നിലനിൽക്കണം എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പഠിച്ചു എന്നല്ലാതെ 99% ആൾക്കാർ അത് പിന്നീട് വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡി ആൽക്കലൈൻ അല്ലാതെ അസിഡിക് ആയിട്ട് മാറിയിട്ട് കുറെ കാലമായിട്ടുണ്ട്. നമ്മളത് അറിഞ്ഞ നമ്മുടെ ബോഡി 180 വയസ്സ് വരെയെങ്കിലും ജീവിക്കാനുള്ള കപ്പാസിറ്റിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ലിവറും കിഡ്നിയും കണ്ണിനും ഒക്കെ അത്ര കപ്പാസിറ്റി ഉണ്ട്. നമ്മളെന്ന വ്യക്തി 3-ാം വയസ്സ് മുതൽ, അല്ലെങ്കിൽ എന്താ പറയാ 6 മാസം വരെ മുലപ്പാൽ കിട്ടുക, അവിടുന്ന് അങ്ങോട്ട് തിന്നാണ് എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ കഴിച്ച് ഒരു 18 or 20 വർഷമാകുമ്പോഴേ അതിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വന്നു. പിന്നെന്തായി 50 വയസ്സ് കഴിയുമ്പോൾ മരുന്നുകളുടെ സഹായത്താൽ ജീവിക്കുന്നു. ഇങ്ങനെ അങ്ങനെ മരിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ നാച്ചുറലായിട്ട് പണ്ടത്തെ ആളുകൾ എന്താണ്, നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന പഴങ്ങളും പച്ചക്കറികളും അപ്പൊ തന്നെ പൊട്ടിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് അവർ അത്രയും കാലം ജീവിച്ചത്. ഇന്ന് നമുക്ക് അതിന് സാധ്യമല്ല. അപ്പൊ അവിടെ ബോഡിയെ ആൽക്കലൈനെ ആക്കിയിട്ട് നിലനിർത്തുക തന്നെ വേണം. നിലനിർത്തിയില്ല ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള പണം അത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് സുഖമായിട്ട് മരിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ബോഡിയെ നമുക്ക് ആൽക്കലൈൻ ആക്കി നിലനിർത്താം.
അപ്പൊ ഇന്ന് നമ്മുടെ ബോഡി അസിഡിക് ആണ്, നമ്മൾ കൂടുതലും അസിഡിക് ഫുഡുകളാണ് കഴിക്കുന്നത്, കെമിക്കൽ ആയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കുന്നത്. അപ്പൊ വെള്ളം കുടിച്ചാൽ നമ്മൾക്ക് എന്തായിരിക്കും, നമ്മൾ ധാരാളം വെള്ളം കുടിച്ചാൽ നമ്മുടെ ബോഡി ആൽക്കലൈൻ ആക്കി നിലനിൽക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇന്ന് ഇടുക്കിയിലും വയനാട്ടിലും നിങ്ങളുടെ കണ്ണൂർ മലമ്പ്രദേശങ്ങളിലൊക്കെയാണ് ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളം കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് സ്ഥലങ്ങൾ. ബാക്കി എല്ലാ സ്ഥലത്തും എന്താണ് എന്താ പറയുക, എല്ലാ വീട്ടിലെയും ടോയ്ലറ്റ് അടുത്തടുത്തായതുകൊണ്ട് അതിന്റെ പ്രശ്നം, അതൊക്കെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് pH ലെവൽ 7 മുതൽ 7.4 വരെ ഉള്ള വെള്ളം, അല്ലെങ്കിൽ ഒരു 8 വരെയുള്ള വെള്ളം നമ്മൾ കുടിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഇത്തരത്തിൽ വെള്ളം ഇവിടെ അവൈലബിൾ അല്ല. ഇനി ഇത് നമ്മൾ കുടിച്ചാൽ തന്നെ നമ്മുടെ ബോഡി ഒരിക്കലും, നിങ്ങൾ ഏറ്റവും വില കൂടിയ 9 പ്ലേറ്റ് ഒക്കെ ഉള്ള ആൽക്കലൈൻ വാട്ടറിന്റെ മെഷീൻ വാങ്ങി അതിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വെള്ളം എടുത്ത് കുടിച്ചാൽ പോലും ഇവിടുത്തെ 90% ആളുകളുടെ ബോഡിയും ആൽക്കലൈൻ ആയിട്ട് മാറില്ല. അതിനൊരു കാരണമുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, pH 7 ഉള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 4, 5, 6 ലെവലിൽ നിൽക്കുന്ന ബോഡി ഇതിനെ ബാലൻസ് ചെയ്യുള്ളൂ. ബാലൻസ് ചെയ്ത് വെച്ചിട്ടൊന്നും സെല്ലിലേക്ക് അതെത്തില്ല. നമ്മുടെ ബോഡിക്ക് ആ കപ്പാസിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ റിവേഴ്സ് ഏജിങ് എന്നുള്ള സംഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് എന്ത് ചെയ്യണം, സെല്ലുലാർ ലെവലിലെ നമ്മുടെ സെല്ലുകളെ pH ലെവലിലേക്ക് നമുക്ക് ആവശ്യമുള്ള 7 to 7.4 വരെയുള്ള pH ലേക്ക് മാറ്റാനുള്ള ഫുഡ് എത്തിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നിങ്ങളുടെ ബോഡിയെ പൂർണ്ണമായും ആൽക്കലൈൻ ആക്കി നിലനിർത്താനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഡെയിലി യൂസ് ചെയ്യേണ്ട. നിങ്ങൾ പൊറോട്ടയും ചിക്കനും അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ച് കുറക്കുകയും അതിന്റെ കൂടെ എല്ലാ ദിവസവും രാവിലെ ഈ ക്യാപ്സൂൾ കഴിക്കുക. ഇതിൽ നിങ്ങളുടെ ബോഡിക്ക് വേണ്ട എല്ലാം, നിങ്ങളുടെ ബോഡീനെ ആൽക്കലൈൻ ആക്കി നിലനിർത്താൻ എന്തൊക്കെ വേണോ അത് മുഴുവൻ അടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് ആൽക്കലൈൻ പ്രൊഡക്റ്റ് ആണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഇതാണ്. എല്ലാവരും കഴിക്കണം. ഏത് മെഡിസിൻ കഴിക്കുന്നോ, എന്തൊക്കെ ചെയ്യുന്നോ, അതായത് ഇവൻ എന്താ പറയാ, ഇത് കുട്ടികൾക്ക് മാത്രമേ ആവശ്യമില്ലാത്തതുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കും ആവശ്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ വെച്ചാൽ, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മോശം ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു 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 കിങ് ആണ് ശരിക്കും പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു 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 എന്താ പറയാ, ഒരു ഹെൽപ്പ് എന്നൊക്കെ പറയില്ല, ഒരു ചാരിറ്റി പോലെ വേണമെങ്കിൽ ഇതിന് കാണാം. ഇത് വലിയ പ്രൈസും ഇല്ല. ഓക്കെ, ഇത് ഒരു മാസത്തേക്കുള്ള ഒരു ബോട്ടിലാണ്. നിർബന്ധമായിട്ട് എല്ലാവരും കഴിക്കേണ്ട പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ബോഡി ആൽക്കലൈൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. എന്ത് മാറ്റം? നിങ്ങൾ സൂപ്പർമാൻ ആവുന്നതല്ല, നിങ്ങൾക്ക് ആ 20 വയസ്സിലും 18 വയസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എനർജി തിരിച്ചു കിട്ടും. മെമ്മറി പവർ ടോപ്പ് ആയിരിക്കും. നിങ്ങൾ തന്നെ വേറൊരാളായിട്ട് മാറിയതായിട്ട്. അപ്പൊ റിവേഴ്സ് ഏജിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് FLY1 ഈ പറയുന്ന ന്യൂക്ലോവിറ്റ്. എന്താണ് റിവേഴ്സ് ഏജിങ്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയസ്സ് 78ആയി. പക്ഷെ ആളെ കണ്ടാലും അത് പറയുമെങ്കിലും ആളുടെ ഫിസിക് എന്താണ്? 40 വയസ്സിലോ 45 വയസ്സിലാണ്. നമ്മൾ രജനീകാന്തിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 80 വയസ്സായി. ആളുടെ ഫിസിക് കണ്ടല്ലേ, സ്റ്റേജിലൊക്കെ ചാടിയിട്ട് കയറുക. അപ്പൊ അതെന്താണ്? അതാണ് റിവേഴ്സ് ഏജിങ്. കണ്ടാൽ എന്തായിരിക്കും, കാണുമ്പോൾ പ്രായം തോന്നുമെങ്കിലും ഫിസിക്കൽ പെർഫോമൻസ്, അതിനാണ് റിവേഴ്സ് ഏജിങ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും 70% നിങ്ങളുടെ ഡയറ്റ് ടോപ്പ് ആണെങ്കിൽ. ഓക്കെ, പട്ടിണി കിടക്കണമെന്നല്ല, നല്ലത് കഴിച്ചാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നിർബന്ധമായിട്ടും കഴിക്കുക. ഓരോ മനുഷ്യനും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഇതിന്റെ സയൻസോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾക്ക്, ഇത് ക്യാപ്സ്യൂള് വിഴുങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ജോലി. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് 3.5 ലക്ഷം രൂപയുടെ ആൽക്കലൈൻ മെഷീനെ 3000 രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നേരിടാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. 3000 രൂപക്ക് കൊണ്ട് ഏത് സാധാരണക്കാരനും, കൂലിപ്പണിക്കാരനും, ഏതൊരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കും, ഒരു സ്റ്റുഡന്റിനും, ആർക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഇവിടെ ലക്ഷങ്ങൾ കൊടുക്കുന്ന മെഷീനുകളെ കോമ്പറ്റീറ്റ് ചെയ്യാൻ ഈ ഒറ്റ പ്രൊഡക്റ്റ് മതി എന്നുള്ളതാണ്. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതും FLY1 ചേരുമ്പോൾ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ $1 ബില്യൺ കമ്പനി ആയിട്ട് മാറാൻ കഴിയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ നമ്പർ 1. നമുക്ക് എന്ത് ചെയ്യാം, മറ്റേതൊരു പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ മറ്റേതൊരു മേഖലയിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും ഈ 2 പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു മഹാസംഭവമാണ്. ഒരു ബെസ്റ്റ് കമ്പനി, സ്റ്റാർട്ടിങ് സമയത്ത് വലിയ വിഷനോട് കൂടി വന്നിട്ടുള്ള ഫുള്ളി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി. ആ കമ്പനി പറയുന്നത് വേൾഡിലെ പ്രീമിയം ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് നമ്മളുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു ബിസിനസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമ്മളുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനുള്ള ഒരു നല്ല മാർഗമായിട്ട് ലീഗലി, എത്തിക്കലി, മോറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൈ വെൽനെസിനെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ആ ഒരു പ്ലാൻ പ്രസന്റേഷൻ ഇനിയുള്ള ഒരു 10 മിനിറ്റ് കൊണ്ട് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ആ സാർ, കാണുന്നുണ്ട്. ജംഷിദ് സാറേ, നിങ്ങൾ മ്യൂട്ടാണല്ലോ. ഓ ഓ ഓക്കെ. ഓ സോറി. ഫസ്റ്റത്തെ വരുമാനം എന്ന് പറയുന്നത്, സോറി, നമ്മൾ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ല അല്ലെ? ഇല്ല സാർ, ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ. നമുക്ക് ഈ കമ്പനിയിൽ 10 ഇൻകം ആണ് തരുന്നത്. ഈ സ്ക്രീനിൽ കാണാം. റീറ്റെയിൽ പ്രോഫിറ്റ്, ഡയറക്ട് സെയിൽസ് ഇൻസെന്റീവ്, ഫ്ലൈ പാസ് ബോണസ്, ചാനൽ ബോണസ്, ഡബിൾ ചാനൽ ബോണസ്, ലീഡർഷിപ്പ് ബോണസ്, റീപർച്ചേസ് ബോണസ്, ഓട്ടോ കംപ്രഷൻ, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, ഇന്റർനാഷണൽ ടൂർ, ഇങ്ങനെ തുടങ്ങി 10 വരുമാനങ്ങളാണ് ഈ കമ്പനി നൽകുന്നത്. പൂർണ്ണമായും ഡയറക്ട് സെല്ലിങ്ങിലൂടെയാണ് ഈ കമ്പനി പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലൈ വൺ സെല്ലുലാർ ന്യൂട്രീഷന് 3500 രൂപയും, ന്യൂക്ലാവിറ്റ പ്ലസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആൽക്കലൈൻ ക്യാപ്സൂളിന് വില വരുന്നത് വെറും 2999 രൂപയാണ്. ഈ രണ്ട് പ്രൊഡക്റ്റുകളും നമുക്ക് ലഭിക്കുന്നത്, രണ്ടിന്റെയും വില 2625ആണ്. ന്യൂക്ലവിറ്റക്കും 2625ആണ്, ഫ്ലൈ വണ്ണിനും 2625ആണ്. ബാലൻസ് ഉള്ള ഒരു സംഖ്യ ഉണ്ടല്ലേ, MRP DP ഡിഫറൻസ്. ഫ്ലൈ വൺ നിങ്ങൾ സെല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബോക്സിന് 875 രൂപയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നത് പെർ ബോക്സിൽ. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ MRPക്ക് 3000 രൂപക്ക് റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2625 കമ്പനിയിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് 3500 രൂപക്ക് സെയിൽ ചെയ്യാം. ഇത് 3000 രൂപക്ക് സെയിൽ ചെയ്യാം. ഇത് 3000 രൂപക്ക് വിലയുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരിക്കലും വില കുറച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ന്യൂക്ലോവിറ്റ് ആണെങ്കിൽ 35,000 രൂപ മൂല്യമുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് 3500 രൂപക്ക് MRPക്ക് തന്നെ മാക്സിമം പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം. ഇതാണ് ഇതിൽ ആദ്യത്തെ വരുമാനം. കമ്പനിയുടെ ലൈസൻസുകളാണ്. ഓക്കെ, ആൻഡ് ഞാൻ പറയാൻ മറന്നു, ഈ കമ്പനി ഒരു അവാർഡ് വിന്നിംഗ് കമ്പനിയാണ്. ഫസ്റ്റ് ടൈം. ഓക്കെ, കമ്പനിയുടെ തുടക്കത്തിൽ തന്നെ എന്താ പറയാ, ക്വാളിറ്റി ഓഫ് എക്സലൻസിന്റെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് വിൻ ചെയ്തിട്ടുള്ള അവാർഡ് വിന്നിംഗ് കമ്പനി കൂടിയാണ്. ഓക്കെ, വെരി സൂൺ നമ്മൾക്ക് വലിയ അവാർഡ്സുകളൊക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾക്ക് ലഭിക്കും. ഓക്കെ, ഇന്റർനാഷണൽ ലെവലിലെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിട്ട് നമ്മളെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൂം കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈൻ ഇത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്? ആദ്യത്തെ വരുമാനം നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിൽ 5 പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ബേസിക് പാക്കേജ്, രണ്ടാമത്തെ അഡ്വാൻസ് പാക്കേജ്, അടുത്തത് പ്രോ പാക്കേജ്, അടുത്തത് റോയൽ പാക്കേജ്, അടുത്തത് ക്രൗഡ് പാക്കേജ്. ഇങ്ങനെ 5 പാക്കേജുകൾ നമുക്കുണ്ട്. ആദ്യത്തെ പാക്കേജ് ഒരു ബോക്സ് ന്യൂക്ലോവിറ്റിയോ ഫ്ലൈ വണ്ണോ വാങ്ങിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് ബേസിക്കലി 2500 രൂപ പ്ലസ് GST 2625 രൂപക്ക് ജോയിൻ ചെയ്യാം. 5000 രൂപ പ്ലസ് GSTയിൽ നമുക്ക് അഡ്വാൻസ് പാക്കേജിൽ ജോയിൻ ചെയ്യാം. 2 ബോക്സ് നമുക്ക് ലഭിക്കും. 4 ബോക്സ് പ്രൊഡക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോ എന്നുള്ള പാക്കേജാണ് നമുക്ക് നൽകുന്നത്. പ്രോ പാക്കേജിൽ 4 ബോക്സ് പ്രൊഡക്റ്റ്
10,000 പ്ലസ് GST അഥവാ 10,500 രൂപ ലഭിക്കും. റോയൽ പാക്കേജ് എന്ന് പറയുന്നത് ഒരു ഫാമിലി പാക്കേജാണ്. നിങ്ങളുടെ വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 ബോക്സ് വാങ്ങിക്കാം. അതിന് 16,000 രൂപ പ്ലസ് GST, 16 ബോക്സ് 40,000 പ്ലസ് GST ആണ് വരുന്നത്. 16 ബോക്സ് ആണ് റോയൽ പാക്കേജിൽ ഉണ്ടായിരിക്കുക. അടുത്തത് ക്രൗൺ പാക്കേജ് ആണ്. ഒരു ബിസിനസ്സുകാരനായിട്ട് നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നമുക്കൊരു മിനി എന്താ പറയാ ഫ്രാഞ്ചൈസി പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രൗൺ പാക്കേജ്. ഓൺലി ഫോർ ലീഡർ, ബിസിനസ്സുകാർക്ക് മാത്രമുള്ളതാണ് ഈ ഒരു പാക്കേജ്. ഇത് GSTയോട് കൂടി 1,05,000 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 5 പാക്കേജുകൾ നമ്മൾ പറഞ്ഞു. ഇതില് ആദ്യത്തെ പാക്കേജിന്റെ MRP 3,500 ആണെങ്കിൽ രണ്ടാമത്തതിന് 7,000 ആണ്. പ്രോ പാക്കേജ് 14,000 രൂപ MRP ഉള്ളതാണ്, അത് 10,000 രൂപക്ക് നമുക്ക് ലഭിക്കുന്നു. റോയൽ പാക്കേജ് 56,000 രൂപ MRP ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് 42,000 രൂപക്ക് ലഭിക്കുന്നു. ക്രൗൺ പാക്കേജ് 1,05,000 രൂപക്ക് നമുക്ക് ലഭിക്കുമ്പോൾ അതിന്റെ MRP 1,40,000 രൂപ. അപ്പൊ അതായത് ഒരു കസ്റ്റമർ ക്രൗൺ പാക്കേജ് എടുക്കുന്ന സമയത്ത് 40,000 രൂപ അങ്ങനെ തന്നെ അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. പക്ഷേ കസ്റ്റമർക്ക് MRPയിൽ അങ്ങനെ ഒരു പ്രോഫിറ്റ് 40,000 രൂപയോളം കിട്ടുന്നതാണ്. ഇനി ഈ 5 പാക്കേജുകൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഏതും സെലക്ട് ചെയ്യാം. ബേസിക് പാക്കേജിൽ നിന്ന് എനി ടൈം നിങ്ങൾക്ക് ക്രൗണിലേക്ക് മാറാൻ കഴിയും വിത്തൗട്ട് കണ്ടീഷൻ. ബാലൻസ് ബോക്സുകൾ പർച്ചേസ് ചെയ്താൽ മതി. നിങ്ങൾ എന്ന് ബാലൻസ് വാങ്ങി അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് മാത്രം ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പാക്കേജുകളിലേക്ക് മാറാം. ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾക്ക് ക്രൗണിൽ ഇരുന്നു കൊണ്ട് ബേസിക്കിനെയും റെഫർ ചെയ്യാം, ബേസിക്കിൽ ഇരുന്നുകൊണ്ട് ക്രൗണിനെയും റെഫർ ചെയ്യാം. ഓക്കെ, ഇതാണ് പാക്കേജുകൾ. ഓക്കെ, ഒരു 2,500 രൂപക്ക് ഒരു സ്കൂൾ സ്റ്റുഡന്റിനും ഒരു സിംഗിൾ മദറിനും ഒരു സാധാരണക്കാരനും ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന, ഒരു ഗ്ലോബൽ ഐഡി ലഭിക്കുന്ന, ഇന്റർനാഷണൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ ഓണറായിട്ട് മാറാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് പാക്കേജ് ആണ് ഈ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഏത് ലെവലിലുള്ള ആളുകൾക്കും ഇതിനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ 5 പാക്കേജിൽ നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഈ 5 പാക്കേജിൽ വന്നാൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനങ്ങൾ? ഞാൻ ആദ്യത്തെ റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങളോട് പറഞ്ഞു, പെർ ബോക്സിൽ ലഭിക്കുന്നത്. നെക്സ്റ്റ് ഡയറക്ട് സെയിൽസ് ഇൻസെന്റീവ് ആണ്. ഡയറക്ട് സെയിൽസ് ഇൻസെന്റീവ് നമുക്ക് ഇതിൽ ഏത് പാക്കേജിലാണ് നിങ്ങളെങ്കിലും, 5 പാക്കേജിൽ ഏത് പാക്കേജിലാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് പെർ ബോക്സിന് 220 രൂപ ലഭിക്കും. നിങ്ങൾ എനിക്കൊരു ബോക്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 220 രൂപ ലഭിക്കും. നിങ്ങൾ എനിക്ക് 10 ബോക്സ് സെയിൽ ചെയ്യണമെങ്കിൽ 10x220 രൂപ. നിങ്ങൾ എനിക്ക് 40 ബോക്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ 40x220 രൂപ. നിങ്ങൾ ക്രൗഡിൽ ഇരുന്ന് ബേസിക്കിനെ റെഫർ ചെയ്യുകയാണെങ്കിലും അത് കിട്ടും. ബേസിക്കിൽ ഇരുന്ന് ക്രൗഡിനെ റെഫർ ചെയ്യുകയാണെങ്കിലും പെർ ബോക്സിന് 220 രൂപ ലഭിക്കും. നെക്സ്റ്റ് ഇൻകം ഫ്ലൈ പാസ് ആണ്. ഫ്ലൈ പാസ് എന്ന് പറയുന്നത് ഒരു കൂപ്പൺ ആണ്. പോയിന്റുകൾ നമ്മൾ ലൈഫ് സ്റ്റൈലിലും റിലയൻസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പോയിന്റുകൾ ലുലു എന്നൊക്കെ കിട്ടാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ഇവിടെ ഓരോ പാക്കേജിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തും നമ്മൾ ഓരോരുത്തരെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്ട് സെയിൽസ് ഇൻസെന്റീവ് കിട്ടുമെന്ന് പറഞ്ഞു, റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ഒരു ജോലി ചെയ്യുമ്പോൾ 3 ഇൻകം ഒരുമിച്ച് ലഭിക്കുന്നു. അങ്ങനെ മൂന്നാമത്തെ ഇൻകമാണ് ഫ്ലൈ പാസ് എന്നുള്ള ഇൻകം. ഈ ഒരു ഫ്ലൈ പാസ് നിങ്ങൾ ബേസിക് പാക്കേജിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 220 രൂപ പെർ ബോക്സിൽ ലഭിക്കും. നിങ്ങൾ എനിക്ക് ഒരു ബോക്സ് വിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കസ്റ്റമർക്ക് ഒരു ബോക്സ് വിൽക്കുകയാണെങ്കിൽ മറ്റ് 2 വരുമാനങ്ങൾക്ക് പുറമെ 220 രൂപ മൂല്യമുള്ള പോയിന്റ് ലഭിക്കും. ആ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാളെ അത് അക്യുമുലേറ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റിന്റെ വിലയാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരാളുടെ ID അടിച്ചു കൊടുക്കാം. ആ IDയുടെ പൈസ പൂർണ്ണമായിട്ട് നിങ്ങളുടെ പോക്കറ്റിലേക്ക് വെക്കാം. അതിന് PV ഉണ്ടായിരിക്കില്ല. ഓക്കെ, 0 PV ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ID അടിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനും ഈ ഫ്ലൈ പാസ് ഉപയോഗിച്ചിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അഡ്വാൻസ് പാക്കേജിലാണ് നിങ്ങളെങ്കിൽ അത് 330 രൂപക്ക് ലഭിക്കും. അത് നിങ്ങൾ പ്രോ പാക്കേജിലാണെങ്കിൽ എന്ത് ലഭിക്കും, 440 രൂപ പെർ ബോക്സിന് കിട്ടും ഫ്ലൈ പാസ്. റോയൽ പാക്കേജിലാണെങ്കിൽ അത് 550 രൂപ കിട്ടും. 550 രൂപക്കുള്ള പോയിന്റ് റോയൽ പാക്കേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈ പാസ് മാത്രമായിട്ട് കിട്ടും. ഡയറക്ട് സെയിൽസ് ഇൻസെന്റീവ് വേറെ കിട്ടും, റീറ്റെയിൽ പ്രോഫിറ്റ് വേറെ കിട്ടും. ഇത് നമ്മൾ ക്രൗണിലാണെങ്കിൽ അത് 660 രൂപയാണ് പെർ ബോക്സ് ഫ്ലൈ പാസിന്റെ വാല്യൂ. നിങ്ങൾ ഒരു ബോക്സ് വിൽക്കുന്ന സമയത്ത് 660 രൂപക്കുള്ള ഫ്ലൈ പാസ് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡിയർ ഫ്രണ്ട്സ്, എനിക്കറിയാം നമ്മളൊക്കെ ഡയറക്ട് സെല്ലിംഗ് ചെയ്ത ആളുകളാണ്. ഡയറക്ട് സെല്ലിംഗിന്റെ അടിത്തറ എന്ന് പറയുന്നത് ബാഗിൽ പ്രൊഡക്റ്റും വെച്ച് ഫീൽഡിൽ പോയി പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യുന്ന ആളുകളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുന്നത്, ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തുന്നവരാണ്. അപ്പൊ ഇവിടെ ബോട്ടം ലെവൽ ആളുകൾക്ക് എത്രത്തോളം വരുമാനം കിട്ടുമോ എത്രത്തോളം വരുമാനം കിട്ടണമോ അത്രത്തോളം വരുമാനം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ബോക്സ് വിൽക്കുമ്പോൾ 875 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ്, 220 രൂപ ഡയറക്ട് സെയിൽസ് ഇൻസെന്റീവ്. നെക്സ്റ്റ് ഡേയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. വെറും 2% മാത്രമേ TDS ഉള്ളൂ, വെറും 2%. അതിന് പുറമെയാണ്
ഈ 220 രൂപ മുതൽ 660 രൂപ വരെ എന്ത് ചെയ്യുന്നത് ഫ്ലൈ പാസ് കിട്ടുന്നത്. മിനിമം 1315 രൂപ മുതൽ 1755 രൂപ വരെ അതായത് നിങ്ങൾ വലിയ പാക്കേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് സെയിൽ ചെയ്യുമ്പോൾ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ റീറ്റെയിൽ ചെയ്യുന്ന ബോട്ടം ലെവൽ പീപ്പിൾ മണി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലീഡർ സീലിംഗ് ആവും. അതാണ് ഇവിടുത്തെ മാജിക്. ബോട്ടം ലെവൽ പീപ്പിൾ ഫാസ്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പണം ഏൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. റീറ്റെയിൽ ചെയ്യുന്ന ആളുകൾക്ക് ചാകര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 10,000 രൂപയുടെ പാക്കേജിൽ നിങ്ങൾ, അതായത് പ്രോ പാക്കേജിലാണ് നിങ്ങളെങ്കിൽ 2 പ്രോ പാക്കേജ് MRPക്ക് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ 14,000 രൂപ MRPക്ക് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്രോ ഡയറക്ട് റെഫറൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 14,000 രൂപയാണ്. അതാണ് ഇവിടുത്തെ മാജിക്. ബോട്ടം ലെവൽ പീപ്പിളിന് ഒരു മാസം 25,000 30,000 ഉണ്ടാക്കാൻ ഈസിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി അടുത്ത വരുമാനം ചാനൽ ബോണസ് ആണ്. ഇവിടെ ടീം എ ടീം ബി എന്നുള്ളതാണ് സെറ്റിംഗ്സ്. 1:1 ബൈനറി ആണ്, ടെയിൽ ഇല്ല, യാതൊരുവിധ കണ്ടീഷനും ഇല്ല. ആകെ എന്താ പറയാ 1:1 22 PV റൈറ്റ് ലെഫ്റ്റ് മാച്ച് ആയി കഴിഞ്ഞാൽ 22 PV റൈറ്റ് ലെഫ്റ്റ് മാച്ച് ആയി കഴിഞ്ഞാൽ 22 PV കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബോക്സ് റൈറ്റ് ഒരു ബോക്സ് ലെഫ്റ്റ്. ഫ്ലൈ 1നും 22 PV ആണ്, ഇതിനും 22 PV ആണ്. അപ്പൊ പെർ ബോക്സ് പെർ 22 PV മാച്ചിങ്ങിന് 200 rupees 8% ഓഫ് മാച്ചിങ്, അതായത് 200 രൂപ നിങ്ങൾക്ക് ബൈനറി ആയിട്ട് ലഭിക്കും. അത് ഇൻഫിനിറ്റി ലെവലിൽ അൺലിമിറ്റഡ് ഡെപ്തിൽ നിന്ന് അതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. വൺ സൈഡ് ലൈഫ് ടൈം ക്യാരി ഫോർവേഡ് ആണ്. നിങ്ങൾക്ക് ആകെ ഈ കമ്പനിയിൽ വന്നിട്ടുള്ള ഏക കണ്ടീഷൻ ഒരു റൈറ്റും ലെഫ്റ്റും കമ്പൽസറി ആണ്. ഒരു റൈറ്റും ഒരു ലെഫ്റ്റും കമ്പൽസറി ആണ് എന്നുള്ളതാണ് ലൈഫ് ടൈം. ഓക്കെ, അത് ബേസിക് പാക്കേജിൽ ഒരു റൈറ്റും ലെഫ്റ്റും നമ്മൾ ഡയറക്ട് റെഫറിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. 8% 200 രൂപയാണ് ഇവിടുത്തെ ബൈനറി വരുന്നത്. ലൈഫ് ലോങ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അൺലിമിറ്റഡ് ഡെപ്തിൽ നിന്ന്. ഇനി ഇവിടെ ആദ്യമായിട്ട് ഈ കമ്പനി ഡബിൾ ചാനൽ ബോണസ് എന്നുള്ള ഒരു ഇൻകം അവതരിപ്പിച്ചിരിക്കുകയാണ്. അഥവാ 8% എക്സ്ട്രാ കൂടി കിട്ടുന്ന ഒരു ഇൻകം ആണത്. ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മൾ നേരത്തെ കുറച്ച് പാക്കേജുകൾ പറഞ്ഞു. ഈ ഡബിൾ ചാനൽ ബോണസ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു കമ്പനി ഇങ്ങനത്തെ ഒരു ചാനൽ ബോണസ് അവതരിപ്പിക്കുന്നത്, ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പൊ എന്താണ് ഡബിൾ ചാനൽ ബോണസ്? ചാനൽ ബോണസ് 200 രൂപയാണെന്ന് മനസ്സിലായി. അതായത് മാച്ചിങ്ങിന്, പെയർ മാച്ചിങ്ങിന് 200 രൂപയാണെന്ന് മനസ്സിലായി പെർ ബോക്സിന്. ഇതില് നമുക്കറിയാം ബേസിക് പാക്കേജിൽ നമ്മൾ ഒരു ബോക്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക, ഒരു ബോക്സ് അല്ലെ. അപ്പൊ അവിടെ ഡബിൾ ചാനൽ ബോണസ് എന്നുള്ളത് നമുക്ക് വർക്ക്ഔട്ട് ആവും. എല്ലാ ദിവസവും നിങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് പെയറിന്, എല്ലാ ദിവസത്തെ ആദ്യത്തെ പെയറിന് നമുക്ക് 200 പകരം 400 കിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബോക്സ് പർച്ചേസ് ചെയ്തു, രണ്ടാമത്തെ പെയറിന് 200, മൂന്നാമത്തെ പെയറിന് 200, അങ്ങനെ അന്നത്തെ ദിവസം സീലിംഗ് വരെ 200. കട്ട് ഓഫ് കഴിഞ്ഞ് പിറ്റത്തെ ദിവസത്തെ ആദ്യത്തെ പെയറിന് വീണ്ടും 400 ലഭിക്കും, രണ്ടാമത്തെ പെയറിന് 200 ലഭിക്കും. ബിക്കോസ് നിങ്ങൾ വാങ്ങിയിട്ടത് ഒരു ബോക്സ് ആണ്. നിങ്ങൾ എന്ന് 2 ബോക്സ് വാങ്ങി അഡ്വാൻസ് പാക്കേജിലേക്ക് മാറുന്നു, അന്ന് മുതൽ നിങ്ങൾക്ക് 2 പെയറിന് 400 രൂപ ലഭിക്കും. 400 പ്ലസ് 400 800. മൂന്നാമത്തെ പെയർ മുതൽ 200, അങ്ങനെ സീലിംഗ് വരെ അല്ലെങ്കിൽ അന്നത്തെ കട്ട് ഓഫ് വരെ 200. നെക്സ്റ്റ് ഡേയിൽ ആദ്യത്തെ 2 പെയറിന്, അതായത് 44 BV മാച്ച് ആവുന്നതിന് നമ്മൾക്ക് എന്തൊരു 22 BV മാച്ച് ആവുന്നതിന് 400 പ്ലസ് 400 കിട്ടും. മൂന്നാമത്തെ പെയർ മുതൽ 200 രൂപ. നോർമൽ ബൈനറി 200 ആണ്. ഇത് നമ്മൾ പ്രോ പാക്കേജിലാണെന്നുണ്ടെങ്കിൽ 4 ബോക്സ് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് എവറി ഡേ 4 പെയറിന് 400 രൂപ ലഭിക്കും, അഥവാ 1,600 രൂപ. 10,000 രൂപ മാച്ച് ആകുമ്പോൾ 1,600 രൂപ, 16% കിട്ടുന്നുണ്ട്. റോയൽ പാക്കേജിൽ നമുക്ക് 16 ബോക്സ് ആണ് നമ്മൾ വാങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെയും ആദ്യത്തെ 16 പെയറിന്, അഥവാ 352 BV ഡെയിലി മാച്ച് ആവുന്നത് വരെ 400 രൂപ പെയർ പെയറിന് കിട്ടും. ഇനി അടുത്തത് ക്രൗൺ ആണ്. നിങ്ങൾ 40 ബോക്സ് വാങ്ങിയതുകൊണ്ട് എവറി ഡേ, എല്ലാ ദിവസവും 40 പെയറുകൾക്ക് 400 രൂപ, അഥവാ 40 × 400 16,000 രൂപ ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 16,000 രൂപ. ഇനി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എത്ര ബോക്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നോ അത്രയും പെയറുകൾക്ക് ഇവിടെ ഡബിൾ ചാനൽ ബോണസ്, ഡബിൾ ബൈനറി, ഡബിൾ ഇൻകം ലഭിക്കുന്നു. ഡയറക്ട് സെല്ലിംഗിൽ 16% ബൈനറി ഡെയിലി കട്ട് ഓഫിൽ ഡെയിലി കൊടുക്കുന്ന ഏക കമ്പനിയാണ് ഫ്ലൈ വെൽനസ് ഗ്ലോബൽ. 16%. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ 50,000 രൂപയുടെ സെയിൽ കൊടുത്തു കഴിഞ്ഞാൽ 50,000 റൈറ്റ് ടു ലെഫ്റ്റ് മാച്ച് ആയി കഴിഞ്ഞാൽ 5,000 രൂപയാണ് നമുക്ക് കിട്ടുക. അതിൽ നിന്ന് 15% കട്ട് ചെയ്യും. ഇവിടെ ഡിയർ ഫ്രണ്ട്സ് 40,000 രൂപയുടെ സെയിൽ കൊടുത്തു കഴിഞ്ഞാൽ 16,000 രൂപ ലഭിക്കുന്നുണ്ട്. 40,000 രൂപയുടെ സെയിൽ കൊടുത്തു കഴിഞ്ഞാൽ 8,000 രൂപ ലഭിക്കുന്നു എന്നുള്ളത്. അതിന് 2% കട്ട് ഓഫ് ഉള്ളൂ. മറ്റുള്ള സ്ഥലത്ത് 50,000 രൂപയുടെ സെയിൽ മാച്ച് ആക്കി കഴിഞ്ഞാൽ 5,000 രൂപയെ ലഭിക്കുള്ളൂ. ഇവിടെ അതിന് 15% കട്ട് ഓഫ് ഉണ്ടാവും.
ഇവിടെ 2% കട്ട് ഓഫിൽ 40,000 രൂപക്ക് നമുക്ക് 6,400 രൂപ ലഭിക്കുന്നു. നെക്സ്റ്റ് ഡേയിൽ ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നു. 10,000 രൂപ റൈറ്റിലും 10,000 രൂപ ലെഫ്റ്റിലും വന്നു കഴിഞ്ഞാൽ 10,000 രൂപ റൈറ്റിലും 10,000 രൂപ ലെഫ്റ്റിലും വന്നു കഴിഞ്ഞാൽ മാച്ച് എന്ന് പറഞ്ഞാൽ 1,600 രൂപ. 1,600 രൂപ എല്ലാ സ്ഥലത്തും 800, 900, 1000 കിട്ടും. അതിന് 15% കട്ടിങ് ഉണ്ടാവും. ഇവിടെ 10,000 രൂപ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1,600 രൂപ. ഡെയിലി 10,000 രൂപ മാച്ച് ചെയ്യുന്ന ഒരാൾക്ക് 48,000 രൂപ ചാനൽ ബോണസ് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ആൻഡ് ഫൈനലി 1 ലക്ഷം രൂപ സീലിംഗ് ഉള്ള കമ്പനി 1 ലക്ഷം രൂപ മാസത്തിൽ 30 ലക്ഷം രൂപ വരുമാനം മേടിക്കാന്നുള്ളത്. ഇവിടെ ചാനൽ ബോണസ് മാക്സിമം നിങ്ങൾ എത്ര രൂപയുടെ പാക്കേജിലാണോ അത് തന്നെയാണ് സീലിംഗ്. 2,500 പാക്കേജിൽ 2,500 സീലിംഗ്, 5,000 5,000 സീലിംഗ്, 10,000 പാക്കേജിൽ 10,000 സീലിംഗ്, 40,000 40,000 ക്രൗണ്. 1 ലക്ഷം രൂപയുടെ പാക്കേജ് ആയതുകൊണ്ട് ഡെയിലി 1 ലക്ഷം രൂപ. ഡെയിലി കട്ട് ഓഫ്, ഡെയിലി പേ ഔട്ട്. 30 ലക്ഷം രൂപ മാസം ഏൺ ചെയ്യാൻ കഴിയുന്ന, സിംഗിൾ ഐഡിയിൽ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു കമ്പനി. വെരി എന്താ പറയാ, അട്രാക്റ്റീവ് പ്ലാൻ, അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻ. 16% ബൈനറി. 50,000 രൂപ മാച്ച് ആയി കഴിഞ്ഞാൽ 8,000 രൂപ ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഡിയർ ഫ്രണ്ട്സ്, പണം ധാരാളമായിട്ട് ഏൺ ചെയ്യാനും ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ട് എന്താ പറയാ, ക്വാളിറ്റി പ്രൊഡക്റ്റ് ബിസിനസ് ചെയ്തുകൊണ്ട് എന്താ പറയാ, ഒരു ബ്ലെസ്ഡ് മണി ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ഫ്ലൈ വെൽനസ് ഗ്ലോബൽ. നെക്സ്റ്റ് എന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സൂപ്പർ വരുമാനമാണ് ലീഡർഷിപ്പ് ബോണസ്. ഈ ലീഡർഷിപ്പ് ബോണസ് കിട്ടാൻ വേണ്ടി നമ്മൾ ക്രൗൺ പാക്കേജ് ആയിരിക്കണം. ഇത് ക്രൗൺ പാക്കേജ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള വരുമാനമാണ് ലീഡർഷിപ്പ് ബോണസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ IBGയിൽ നിന്ന് ഒരുപാട് പേര് ക്രൗൺ മെമ്പർ ആയിട്ടുണ്ട്. എന്തായാലും ബിഗ് കൺഗ്രാജുലേഷൻ. ഓക്കെ, തായ്ലാന്റ് അച്ചീവേഴ്സ്ക്ക്, വേൾഡിലെ ഫസ്റ്റ് തായ്ലാന്റ് അച്ചീവർ ഹനീഫ് ക, അതുപോലെ തന്നെ 1-2 പേര് കൂടി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ക്രൗൺ പാക്കേജ് ഉള്ള ആളുകൾക്ക് ലീഡർഷിപ്പ് ബോണസ് കിട്ടുന്നതാണ് 15%. എന്താണ് ഈ 15%? നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എത്ര കസ്റ്റമർക്ക് വേണമെങ്കിലും ഡയറക്ടർ സെയിൽസ് നടത്താം. അങ്ങനെ നമ്മൾ റെഫർ ചെയ്ത, നമ്മൾ ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമർ ആരൊക്കെയാണ്, അവർ എത്ര രൂപ ചാനൽ ബോണസ് ഏൺ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ 15% നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ റെഫർ ചെയ്ത വ്യക്തികൾ ചാനൽ ബോണസ് ചിലപ്പോൾ 2,500 മേടിക്കാം, ചിലപ്പോൾ 1 ലക്ഷം മേടിക്കാം, ചിലപ്പോൾ 1,500 മേടിക്കാം, ചിലപ്പോൾ 10,000 മേടിക്കാം. എത്ര രൂപ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന്റെ 15% ലീഡർഷിപ്പ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ വൺ സൈഡ് ആണെങ്കിലും ലഭിക്കും. ഇതിന് സീലിംഗ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ലീഡർഷിപ്പ് ബോണസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രൂപത്തിൽ പണം ഏൺ ചെയ്യാൻ സാധിക്കും. വെറും ഒരു 10 പേരെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്ത് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്യാണ്. ഈ 10 പേർ ചേർന്ന് ഡെയിലി 1 ലക്ഷം രൂപ വരുമാനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഏകദേശം 15,000 രൂപയാണ്. 15,000 രൂപ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ റെഫർ ചെയ്ത ആള് നാളത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, ഡെയിലി 1 ലക്ഷം രൂപ വരുമാനം മേടിച്ചു കഴിഞ്ഞാൽ 15,000 രൂപ ലഭിക്കും. നമ്മൾ ക്രൗൺ മെമ്പർ ആയാൽ മതി. 10 പേരെ അങ്ങനത്തെ 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്ന ഒരാളാണ്, ഉണ്ടാക്കിയ ഒരാളാണ് നിങ്ങളെങ്കിൽ 1.5 ലക്ഷം രൂപ നമുക്ക് അതിൽ നിന്ന് മേടിക്കാൻ പറ്റും. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഡെയിലി ആൾക്കാർ വാങ്ങി കഴിക്കുന്ന, റീപർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇതിന് വലിയൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അത്ര വലിയൊരു പ്ലാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങളൊരു ക്രൗഡ് മെമ്പർ ആയി കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ ഡെയിലി പുഷ്പം പോലെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ID സീലിംഗ് ആക്കുക, 10 ആളുകളെ റെഫർ ചെയ്യുക, ആ 10 ആളുകളെ 1 ലക്ഷത്തിലേക്ക് 1-2 വർഷം കൊണ്ട് എത്തിക്കുക. മാസത്തിൽ 75 ലക്ഷം രൂപ. അതായത് 10 പേരുടെ ലീഡർഷിപ്പ് ബോണസ് മാത്രം ഡെയിലി 1.5 ലക്ഷം രൂപ, മാസം 45 ലക്ഷം രൂപ. നിങ്ങളുടെ സീലിംഗ് 30 ലക്ഷം രൂപ. ടോട്ടൽ 75 ലക്ഷം രൂപ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു IDയിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. വർഷത്തിൽ 9 കോടി രൂപ. 2 കൊല്ലം 18 കോടി രൂപ. ഈ 18 കോടിയിൽ നിന്ന് 8 കോടി രൂപ നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ 10 കോടി രൂപ നിങ്ങളുടെ കയ്യിലിരിക്കും. അതായത് നിങ്ങൾ നമ്മളാണ് ഇതിന്റെ ഫസ്റ്റ് മൂവേഴ്സ്, നമ്മളാണ് തുടക്കക്കാര്. നമ്മളുടെ കയ്യിൽ എന്ത് ചെയ്യുന്ന, ആദ്യം തന്നെ ഈ ബോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മൊമെന്റം ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം ഇന്ത്യ ടു ഗ്ലോബൽ എന്നുള്ള ഒരു സ്റ്റോറി വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കും. സാധാരണ ഗ്ലോബൽ ടു ഇന്ത്യ കേരളത്തിന്റെ തിരുവനന്തപുരത്ത് പോയിട്ട് ക്ലോസ് ചെയ്യുന്ന കമ്പനികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ നിന്ന് ഗ്ലോബലി പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 രാജ്യങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ കമ്പനിയുടെ പയനിയേഴ്സ് ആയിട്ട് നമ്മൾക്ക് വി ആർ ദ ഫസ്റ്റ് മൂവേഴ്സ് നമുക്ക് കത്തിക്കാൻ പറ്റും. നമുക്ക് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഒരുപാട് ആളുകളെ എന്താ പറയാ സക്സസ്ഫുൾ ലൈഫിന്റെ കഥകള് ഫ്ലൈ വെൽനസിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അതിന്റെ മുൻനിരയിൽ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ ഡെയിലി 2.5 ലക്ഷം രൂപ എന്നുള്ള
മിനിമം ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജംഷിദ് സാർ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണല്ലോ നമുക്ക് ജംഷിദ് സാറിൽ നിന്ന് കിട്ടിയത്. കാരണം എന്ന് വെച്ചാല് ഞാൻ എപ്പോഴും പറയാവുന്ന ഒരു കാര്യം, ഇത്ര ചെറിയ പ്രായത്തില് ഇത്രയും വലിയൊരു കമ്പനിയെ സ്വന്തം റിസ്കോട് കൂടിയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ആ കമ്പനി ഒന്നുമല്ല എന്ന് പറയുന്ന സമയത്ത്, അതായത് ഈ കമ്പനി വെറും തട്ടുകൂട്ട് പരിപാടിയുള്ള കമ്പനിയാന്ന് പറയുന്ന സമയത്ത് ആത്മാർത്ഥത കൂടി ഏറ്റെടുത്തുകൊണ്ട് ഓൾ ഓവർ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ടീമിനെ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് ജംഷിദ് സാർ. അദ്ദേഹം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു 3-3.5 മാസം കൊണ്ട് ഏൺ ചെയ്തിരിക്കുന്നത് 18 lakhന് എബോവ് ആണ്. 18 ലക്ഷത്തിന് മുകൾപോട്ടാ. അദ്ദേഹത്തിന് കിട്ടിയതും ഒരേ ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്കും കിട്ടിയത് സെയിം ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുവോ അവർക്കാണ് ഇതിൽ സക്സസ് ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്രോഗ്രാം വന്ന എല്ലാവർക്കും IBCന്റെ പേരിലും എന്റെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്താണ്. നിങ്ങൾ എല്ലാവരും ആരൊക്കെ ഇതിൽ ന്യൂ മെമ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണോ വേണ്ടത്, നിങ്ങൾ അതിൽ ആരായി തീരണം എന്നുള്ള കാര്യം ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ഓരോരുത്തരാണ്. കാരണം ജംഷിദ് സാർ പറഞ്ഞൊരു കാര്യം ഞാൻ കട്ടെടുക്കുകയാണ്. ജംഷിദ് സാർ ഓൾമോസ്റ്റ് 23 ലക്ഷം രൂപ ഏൺ ചെയ്ത ആള് മെസ്സേജ് വിട്ടു. അപ്പോ മനസ്സിലാക്കേണ്ടത് 23 ലക്ഷം രൂപ ഒരു 100 ഡേയ്സ് കൊണ്ട് ഏൺ ചെയ്യാം എന്ന് പറയണമെന്നെങ്കിൽ അതിന് ഒരുപാട് ക്വാളിറ്റി വേണം അല്ലെ, ഒരുപാട് എന്താ പറയാ ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷെ വെരി സിമ്പിൾ ആയിട്ട് 23 lakhs ഏൺ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ, നമ്മൾ ഈ സ്ക്രീനിൽ ഒരുപാട് ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ജീവിത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അദ്ദേഹം 23 ലക്ഷം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2.25 കോടിയോളം വേണമെങ്കിൽ എന്താക്കാം ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്താ വെച്ചാല്, നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിന്റെ വാല്യൂ മനസ്സിലാക്കുക, നമ്മൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റിന്റെ സിസ്റ്റം മനസ്സിലാക്കുക, അതിന്റെ പ്ലാൻ പഠിക്കുക, അതെങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക, നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രോഗ്രാംസുകളും ഫോളോ ചെയ്യുക, നമ്മൾ കമ്പനിയുടെ എവിടെയൊക്കെ പ്രോഗ്രാംസ് എടുക്കുന്നു അതിനൊക്കെ സൂം ആണെങ്കിൽ അതിന്റെ ലിങ്ക് ഒക്കെ വാങ്ങിച്ച് അയച്ചു കൊടുക്കുക. ഒരു കാര്യം ഡാം ഷുവർ ഞാൻ പറയാണ്, ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു റെവല്യൂഷൻ വെൽനസ് റെവല്യൂഷൻ ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് ഫ്ലൈവൺ എന്നാണ്, ഒരു സംശയവും വേണ്ട. രണ്ടാമത്തെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇതുവരെ പോയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഓരോ ലീഡേഴ്സിനോട് ചോദിക്കുന്ന പരാതി എന്ന് വെച്ചാൽ, ഞാൻ 10 വർഷം 30 വർഷം 40 വർഷമൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 6 മാസം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 2 മാസം 2 കൊല്ലം ശേഷം എനിക്ക് ഈ ഒരു കമ്പനി കിട്ടുന്നു. ഈ കമ്പനി നോക്കുമ്പോൾ എന്താണ് കുറെ ഞാൻ എഫേർട്ട് എടുക്കുന്നു, ഞാൻ ഫീൽഡിൽ ഇറങ്ങുന്നു, പക്ഷെ എനിക്ക് 0 ആണ് എന്റെ ബാലൻസ് എന്ന് പറയുന്നിടത്ത്. ഇന്ന് അങ്ങനെയുള്ള ഓരോ ലീഡർക്കും അവർക്ക് ശാശ്വതമായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി പോകുന്ന അവർ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു കമ്പനിയാണ് ഫ്ലൈവൺ. കാരണം മനസ്സിലാക്കണം എന്താ, ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും എന്തൊക്കെ രീതിയിൽ ഗവൺമെന്റ് പറയുന്ന ഡോക്യുമെന്റ്സ് വേണോ, എന്തൊക്കെ രീതിയിൽ അതിന് സിസ്റ്റം വേണോ, ഈച്ച് ആൻഡ് എവറി സാധനം നിങ്ങൾക്ക് ഫ്ലൈവണിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കമ്പനിയുള്ള ഫ്ലൈവൺ. കാരണം ഞാനിത് ഫ്ലൈവൺ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആമുഖമായിട്ട് പറയുന്നൊന്നല്ല, അത് എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫ്ലൈവൺസിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാല് കമ്പനി എന്തൊക്കെ രീതിയിൽ ലീഗലി ആയിട്ട് പോകുന്നുണ്ടോ, എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, എങ്ങനെയാണ് പേ ഔട്ട് കൊടുക്കുന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. അപ്പൊ എല്ലാ ലീഡേഴ്സും ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ 1.25 മണിക്കൂറായി, ഒരുപാട് കാര്യം പറയണമെന്നുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മൾ അറേഞ്ച് ചെയ്യും. തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ജംഷിദ് സാറ് അത്രയും തിരക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ വാക്കുകൊണ്ട് വരാൻ IBCയിലേക്ക് അദ്ദേഹം വരാനും അദ്ദേഹത്തിന് ഒരു പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന്റെ ടീമിലേക്ക് കൊടുക്കാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും IBCയുടെ ഭാഷയിൽ നമ്മളെ ജംഷിദ് സാറിന് നല്ല നന്ദി രേഖപ്പെടുത്തണം. ഒരിക്കൽ കൂടി ജംഷിദ് സാറിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് പ്രോഗ്രാമിന് പങ്കെടുത്ത എന്റെ എല്ലാ ലീഡേഴ്സും, നിങ്ങൾ ആരൊക്കെ ന്യൂ മെമ്പേഴ്സിനെ കയറ്റിയിട്ടുണ്ടോ അവരൊക്കെ ഫോളോ ചെയ്യുക, അവർക്ക് എന്തെങ്കിലും മനസ്സിലാവത്തില്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ പറയുന്ന കമ്പനി ഇപ്പോ അതിലേറെ വളരെ സന്തോഷം എന്ന് വെച്ചാൽ, ഇന്നലെ കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ള നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പ്, ആ തായ്ലാൻഡ് ട്രിപ്പില് ഫസ്റ്റ് ഓൾ ഓവർ വേൾഡിലെ അച്ചീവ്മെന്റ്സ് 2 നേടിയിരിക്കുന്നത് നമ്മൾ IBC എന്നാണ്. ഒന്ന് നമ്മളെ ഹനീഫ് സാറും ഒന്ന് നമ്മളെ ശ്രീനിവാസൻ സാറും.
തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു അഭിമാനമാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ, അതായത് ഇന്ന് ഓൾ ഓവർ വേൾഡില് കമ്പനിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് 2 വ്യക്തികളാണെങ്കിൽ ആ 2 വ്യക്തികളും IBG എന്നാ. അപ്പൊ അത് വലിയൊരു അഹങ്കാരത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പൊ ജംഷിദ് സാറോട് ഒരു കാര്യം പറയാണ്, 100% ഈ വരുന്ന പ്രോഗ്രാം, അതായത് ഈ വരുന്ന 28-ാം തീയതി എന്ന് പറയുന്ന പ്രോഗ്രാമില് 100% IBGന്റെ കോൺട്രിബ്യൂഷൻ, അതായത് IBGയുടെ തായ്ലാൻഡ് ട്രിപ്പ് കോൺട്രിബ്യൂഷൻ മിനിമം ഒരു 25 മെമ്പേഴ്സിന് നമ്മൾ എന്താക്കും അവിടെ സാറിന് കാണിച്ചു തരും. അതിന്റെ വർക്കുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല രീതിയിൽ ഫോളോ ചെയ്യുക, കമ്പനി തരുന്ന എല്ലാ ഓഫറുകൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക, കമ്പനിയിൽ നല്ല ഏർണിങ്സ് ഉണ്ടാക്കുക, നല്ല റാങ്കുകൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ആയിട്ട് അറിയിക്കും. താങ്ക് യു സോ മച്ച്. IBGന്റെ താങ്ക്സ് എങ്ങനെയാണ് ജംഷിദ് കാണട്ടെ. എല്ലാ താങ്ക്സ്, നല്ലൊരു അഭിപ്രായം പറഞ്ഞോ. IBGക്ക് മാത്രമായിട്ട് നല്ലൊരു ജംഷിദ് സാറെ കൊണ്ടുവരുന്ന നല്ലൊരു പ്ലാന് സംഘടിപ്പിച്ച സിനാസ് സാറിന് നല്ല നന്ദി. ജംഷിദ് സാർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. IBGക്ക് മാത്രമായിട്ട് വന്നതല്ലേ. താങ്ക് യു. എന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഇന്നത് വെച്ചതിനും നല്ല രീതിയിൽ പങ്കെടുപ്പിച്ചതിനും ഓക്കെ ജംഷിദ് സാർക്കും സിനാദ് സാറിനും പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു സർ. നമ്മളെ രണ്ടാമത്തെ ടാലന്റ് ട്രിപ്പ് അച്ചീവർ ആണ് ശ്രീനിവാസ് ഏട്ടൻ. സാറെ 2 വാക്ക് പാണെങ്കിൽ പറഞ്ഞു. നല്ലൊരു ചാൻസാ. ജംഷിദ് സാർ ഉണ്ട് ലൈനില്. ശ്രീനിവാസ് സാർ 2 വാക്ക് പറയണമെങ്കിൽ പറഞ്ഞോ. ജംഷിദ് സാർ ലൈനിലുണ്ട്. നമ്മുടെ ടാലന്റ് ട്രിപ്പ് സെക്കൻഡ് അച്ചീവറാ. ആദ്യമായിട്ട് ജംഷിദ് സാറിന് നന്ദി പറയുന്നു. നമ്മളിപ്പോ IGBന്റെ ഇതിൽ വന്നതിന് ശേഷമാണ് ഇത്രയും പുരോഗമിച്ചിട്ടുള്ളത്. ഞാനും ഇപ്പൊ എനിക്ക് തായ്ലൻഡിലേക്ക് പോകാനുള്ള ഒരു അച്ചീവ്മെന്റ് ഉണ്ടായതും എല്ലാം ഈ IGBയിൽ വന്നതിൽ കൊണ്ടാണ്. അപ്പോ നന്ദി ആദ്യം സിനാദ് സാറിന് പറയുന്നു. താങ്ക് യു ജംഷിദ് സാർ. താങ്ക് യു. ഞാൻ ഫാമിലി അടുത്താണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. കാരണം ജംഷിദ് സാർ ഓൾറെഡി ബിസിയാണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ജംഷിദ് സാർ ലീവ് ചെയ്തോട്ടല്ലേ, എല്ലാവരും സമ്മതത്തോടെ അല്ലേ? ഓക്കെ അല്ലേ? ഫാമിലി ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നും നമ്മൾ എന്താ പറയാ പ്രശ്നമായിരിക്കും. നല്ല രീതിയിൽ വർക്കൊക്കെ മുന്നോട്ട് പോകാൻ എല്ലാരും സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാ പ്രതീക്ഷയോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്തോട്ടെ. നമുക്ക് ജംഷിദ് സാറിന് പറയാനുള്ള ഇത്രേ ഉള്ളൂ അല്ലെ. ഫ്ലൈ വെൽനസ് ഈക്വൽ ടു IBG. നമ്മളതിനകത്താണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഏത് അച്ചീവ്മെന്റ്സും IBG ആണ് ഫസ്റ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മള് കളിക്കാൻ പോകുന്നേ ഉള്ളൂ. അതാണ്. 28 നേരിൽ കാണാല്ലേ സാർ? തീർച്ചയായും. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു. ബൈ. ജംഷിദ് സാർ, താങ്ക് യു സോ മച്ച്. അയാൾ വേണ്ടി